എല്ലാവർക്കും പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്ന ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിപ്പോൾ പ്രാർത്ഥിച്ച് ഈ ക്ലാസ് തുടങ്ങാം. അതിനുശേഷം നമുക്ക് നമ്മുടെ വിഷയം ആരംഭിക്കാം. 1 മണിക്കൂർ ക്ലാസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 10-15 മിനിറ്റ് ചിലപ്പോൾ മുന്നോട്ട് പോയേക്കാം. അപ്പൊ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തതുപോലെ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്ന വിഷയം മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. കർത്താവ് ഞങ്ങൾക്ക് ആവശ്യമായ ജ്ഞാനവും വിവേകവും തരണമേ. ഞങ്ങൾ ഇന്റർനെറ്റിന്റെ സഹായത്തോടെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഈ ക്ലാസ് ഞങ്ങൾ നൽകുമ്പോൾ ശ്രദ്ധിക്കുമ്പോൾ കർത്താവെ, ഞങ്ങളുടെ എല്ലാ ഇന്റർനെറ്റ് സൗകര്യങ്ങളും ഞങ്ങളുടെ മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് ഇവയെല്ലാം യാതൊരു കുഴപ്പവും ഇല്ലാതെ പ്രശ്നവും കൂടാതെ വർക്ക് ചെയ്യുവാൻ കർത്താവ് സഹായിക്കണമേ. ഡാറ്റ എല്ലാം ഞങ്ങൾക്ക് സഫീഷ്യന്റ് ആയിട്ട് ഉണ്ടാകുവാനും അതുപോലെ കർത്താവെ ഞങ്ങൾക്ക് എല്ലാം ആ നിലയിൽ പ്രയോജനപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ചുറ്റുപാടുകൾ ഞങ്ങൾക്ക് അനുകൂലമായ അന്തരീക്ഷം ഉണ്ടാകുവാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാ യുവതി യുവാക്കന്മാരും സഹോദരി സഹോദരന്മാരും തടസ്സങ്ങളില്ലാതെ ഈ ക്ലാസ് മുഴുവനായിട്ടും ശ്രദ്ധിക്കുന്നതിനും ഇത് പ്രയോജനപ്പെടുന്നതിനും സഹായിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയുണ്ടായ ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ. പ്രീ മാരിറ്റൽ കൗൺസിലിംഗ്, അതാണ് നമ്മുടെ വിഷയം. അപ്പൊ അതിന്റെ ഭാഗങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. ഇനി നിങ്ങളെല്ലാവരെയും ഞാൻ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ക്ലാസ് നമ്മൾ ഒരു ദിവസമാണ് നടത്താൻ ഉദ്ദേശിച്ചത്. ഒരു കംപ്ലീറ്റ് ഡേ നമുക്ക് നടത്തി തീർക്കാൻ ആണ് ഉദ്ദേശിച്ചത്. സാധാരണ പ്രീ മാരിറ്റൽ കോഴ്സുകളെല്ലാം 3 ദിവസത്തെ ക്ലാസ്സുകളാണ് നടക്കാറുള്ളത്. എന്നാൽ നമ്മൾ ഒരു ദിവസമെങ്കിലും ഒരുമിച്ച് കൂടണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ നിങ്ങളിൽ പലർക്കും അതിനുള്ള സൗകര്യങ്ങളോ സമയമോ ഒക്കെ ഒരുമിച്ച് വരാത്തത് കൊണ്ടാണ് ഈ ഒരു മാധ്യമം നമ്മൾ തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് ഒരു ദിവസം അല്ലെങ്കിൽ 3 ദിവസമൊക്കെ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ ഈ 1 മണിക്കൂർ കൊണ്ടൊന്നും പഠിച്ചു തീർക്കാനായിട്ട് കഴിയില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കാനായിട്ട് കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത് ഒരു 6 ദിവസത്തേക്ക് ഈ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എല്ലാ ദിവസവും 1 മണിക്കൂർ വെച്ചാണ് നമ്മൾ ക്ലാസ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇതിലേക്ക് പ്രവേശിക്കുകയാണ്. ഞാൻ ആദ്യം തന്നെ ഈ നമ്മുടെ ഈ കോഴ്സിൽ ഈ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് കോഴ്സ് എടുക്കുന്ന അതിലെ വിഷയവും അത് എടുക്കുന്നവരെയും ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. നമ്മൾ പ്രധാനമായിട്ടും 5 ഏരിയകളിലാണ് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. 5 മേജർ ഹെഡിങ്ങുകളിലേക്ക് വരും. പക്ഷെ ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷെ ഈ കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് പോകുന്നത്. ഒന്ന്, വിവാഹത്തിന് മുമ്പും ശേഷവും സ്ത്രീയും പുരുഷനും പരസ്പരം അറിയേണ്ട ചില കാര്യങ്ങൾ. അത് ശാരീരികമായിട്ട്, മാനസികമായിട്ട്, ഇന്ദ്രിയപരമായിട്ട്. തിങ്സ് മെൻ ആൻഡ് വിമൻ നീഡ്സ് ടു അണ്ടർസ്റ്റാൻഡ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ദി മാരേജ്. അതൊരു ജനറൽ ടോക്ക് ആയിരിക്കും. ആ ക്ലാസ് ഞാനാണ് എടുക്കുന്നത് ഇന്നും നാളെയുമായിട്ട്. ഞാൻ ഇന്ന് ഇപ്പോൾ ഈ വിഷയം ഒന്ന് ഇങ്ങനെ എന്താണെന്ന് അവതരിപ്പിച്ചങ്ങ് പോവുകയാണ്. നിങ്ങൾ പിന്നാലെ ഇതിന്റെ ഡീറ്റെയിൽ കേൾക്കും. രണ്ടാമത് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് വിവാഹ ജീവിതത്തിൽ ജോലി അല്ലെങ്കിൽ ശുശ്രൂഷ. ഇപ്പോ മിനിസ്ട്രി, കർത്താവിന്റെ വേലയിലായിരിക്കുന്നവരോടുള്ള ബന്ധത്തിലാണ് ശുശ്രൂഷ എന്ന് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ജോലി എന്നുള്ള പദം. ഇപ്പോൾ വിവാഹ ജീവിതത്തിൽ ജോലി, ആധ്യാത്മികം അല്ലെങ്കിൽ ആത്മീയത, ഇവയുടെ തെരഞ്ഞെടുപ്പും സ്ഥാനവും പങ്കുവയ്ക്കണം. കരിയർ ആൻഡ് സ്പിരിച്വൽ ലൈഫ് ഇൻ മാരീഡ് ലൈഫ്, ഇറ്റ്സ് ചൂസിങ്, പ്ലേസിംഗ് ആൻഡ് ഷെയറിങ്. അത് ഇവിടെ എറണാകുളത്ത് ഉള്ള ചർച്ച് ഓഫ് ഗോഡിലെ ഒരു പാസ്റ്റർ ബിജു ജേക്കബ്, അദ്ദേഹം യുവാക്കളുടെ ഇടയിൽ പ്രവർത്തിച്ച് കൊണ്ടിരുന്ന ഒരു ദൈവദാസനാണ്. ആ ദൈവദാസൻ ആ വിഷയത്തെ കുറിച്ച് നിങ്ങൾക്ക് എടുക്കുന്നതായിരിക്കും. മൂന്നാമത്, സ്ത്രീയും പുരുഷനും പരസ്പരം അറിയേണ്ട ചില കാര്യങ്ങൾ. അതില് ഭാര്യാഭർത്തൃ ബന്ധം, കടപ്പാടുകൾ, ലൈംഗികത, ഹാൻഡ്ലിംഗ് ഓർ റിലേഷൻഷിപ്പ് വിത്ത് ഇൻലോസ്, പാരന്റിങ്. അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കും. അപ്പോ തിങ്സ് മെൻ ആൻഡ് വിമൻ നീഡ്സ് ടു അണ്ടർസ്റ്റാൻഡ്, അതില് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, മ്യൂച്വൽ റെസ്പോൺസിബിലിറ്റീസ്, സെക്സ്, ഹാൻഡ്ലിംഗ് ആൻഡ് റിലേഷൻഷിപ്പ് വിത്ത് ഇൻലോസ് ആൻഡ് പാരന്റിങ്. അത് പ്രൊഫസർ ജോയ് ജോൺ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ദൈവദാസനാണ്. ജോയ് ജോൺ സാറാണ് ആ ക്ലാസ് എടുക്കുന്നത്. അദ്ദേഹം ആ വിഷയം 2 ദിവസം എടുക്കുന്നതാണ്. മറ്റൊരു വിഷയം, ദാമ്പത്യ ജീവിതത്തിൽ ഭർത്താവിൽ നിന്ന്
ഭാര്യയും ഭാര്യയിൽ നിന്ന് ഭർത്താവും പ്രതീക്ഷിക്കുന്നത്? വാട്ട് ഈസ് എക്സ്പെക്റ്റഡ് ഈച്ച് അതർ ഇൻ മാരീഡ് ലൈഫ്? അത് സിസ്റ്റർ ലീന സാബു എന്ന് പറയുന്ന ഒരു ദേവദാസി, അവര് ഗൾഫിലാണ്, എൻ്റെ ഒരു സുഹൃത്താണ്, പ്രിയ ദേവദാസി ആ വിഷയം എടുക്കും. അഞ്ചാമതായിട്ട് കുടുംബ ബഡ്ജറ്റ്, വരുമാനം, ചിലവ്, ഇവ എങ്ങനെ കണ്ടെത്താം, ചിലവഴിക്കാം. വേദപുസ്തകാനുസൃതമായ സാമ്പത്തിക ശാസ്ത്രം, ഫാമിലി ബഡ്ജറ്റ്, ഹൗ ടു ജനറേറ്റ് ഇൻകം ആൻഡ് സ്പെൻഡ് മണി ഇൻ ഗോഡ്സ് വേ, ഫൈനാൻഷ്യൽ പ്രിൻസിപ്പിൾസ് അക്കോർഡിംഗ് ടു ദ ബൈബിൾ, അത് പാസ്റ്റർ ഫിലിപ്പ് എബ്രഹാം എടുക്കും. ഓൾറൈറ്റ്, അപ്പൊ നമ്മള് ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് പോവുകയാണ്. അപ്പൊ എന്താണ് ഈ ക്ലാസിന്റെ ഉദ്ദേശം എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ ക്ലാസിന്റെ ഉദ്ദേശം, പർപ്പസ് ഓഫ് ദിസ് കോഴ്സ്, ഞാനിത് മലയാളത്തിലും ഇംഗ്ലീഷിലും കൊടുത്തിട്ടുണ്ട്. കാരണം ഇതില് ചുരുക്കം ചിലർക്ക് മലയാളം വായിക്കാൻ അറിയില്ലാത്തവരുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷിലൂടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അവർക്കത് വായിച്ച് മനസ്സിലാക്കാം. എന്താണ് ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അപ്പൊ വായിച്ചു പോകുന്നേ ഉള്ളൂ, ചിലത് മാത്രം ഞാൻ വിശദീകരിക്കും. ഒന്ന്, കുടുംബജീവിതത്തിന്റെ വിവിധങ്ങളായ വശങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ശരിയായ ഒരു അവബോധം നൽകുന്നതിനും നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ, to help you to understand the various aspects of family life and clear many of your doubts and misconceptions about marriage. അപ്പൊ ഇതിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങൾക്കുടെ കുടുംബജീവിതത്തെ കുറിച്ചൊരു വ്യക്തമായ ഒരു ബോധം, അതിന്റെ വിവിധ വശങ്ങളെ കുറിച്ച് നിങ്ങളെ അറിയിക്കുക. അപ്പോൾ തന്നെ ഒത്തിരി ആളുകൾക്ക് ഒത്തിരി മിസ്കൺസെപ്ഷൻസ് ഉണ്ട്, തെറ്റിദ്ധാരണകളുണ്ട്, സംശയങ്ങളുണ്ട്, അതൊക്കെ മാറ്റണം എന്നുള്ളതാണ് ഒരു ലക്ഷ്യം. മറ്റൊന്ന്, വിജയകരവും വിശ്വസ്തവും ആസ്വാദ്യകരവുമായ ഒരു ദാമ്പത്യ ജീവിതം നയിക്കാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്, to encourage you to have a successful, faithful and enjoyable married life. അതാണ് മറ്റൊരു ഉദ്ദേശം. മൂന്നാമത്തേത്, വിവാഹ ചടങ്ങ് ആസൂത്രണം ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി, to help you to plan the wedding ceremony. നിങ്ങൾ പലരും വിവാഹിതരാകാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളെ എങ്ങനെയാണ് വിവാഹ കാര്യങ്ങളൊക്കെ ഒരുക്കേണ്ടത്, അതിന്റെ ചടങ്ങുകൾ ആസൂത്രണം ചെയ്യേണ്ടത് എന്താണ്, എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്കൊരു ചിന്ത, അവയർനെസ് തരാൻ വേണ്ടി. നാലാമത്തത്, ടു ഹെൽപ്പ് യു ടു അണ്ടർസ്റ്റാൻഡ് യുവർ ഓപ്പോസിറ്റ് സെക്സ്. നിങ്ങളുടെ എതിർലിംഗത്തിൽപ്പെട്ട, പുരുഷനാണെങ്കിൽ സ്ത്രീ, സ്ത്രീയാണെങ്കിൽ പുരുഷൻ, നിങ്ങളുടെ എതിർലിംഗത്തിൽപ്പെട്ട ജീവിത പങ്കാളിയുടെ ശാരീരികവും മാനസികവും ഇന്ദ്രിയപരവുമായ കാര്യങ്ങളെ മനസ്സിലാക്കാൻ സഹായിക്കുന്നതിന് വേണ്ടി. അപ്പൊ അത് നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഒത്തിരി സഹായിക്കും. നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ ശാരീരികാവസ്ഥ, മാനസിക നിലകള്, അവരുടെ സെൻഷ്വൽ, അവരെങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നത്, അവരുടെ ആ ഇന്ദ്രിയമായിട്ടുള്ള കഴിവുകള്, അല്ലെ, നമുക്ക് പഞ്ചേന്ദ്രിയങ്ങളുണ്ട്. അപ്പൊ അതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് അവരെങ്ങനെയാണ് കാണുന്നത്, കേൾക്കുന്നത്, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ അത് എന്താണ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും സ്വന്തം മനസ്സിലാക്കുക. അപ്പോൾ തന്നെ ജീവിത പങ്കാളി അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സെക്സിന്റെ ശാരീരികവും മാനസികവുമായ ഇന്ദ്രിയപരവുമായ കാര്യങ്ങളെ മനസ്സിലാക്കാൻ സഹായിക്കുക. മറ്റൊന്ന്, അഞ്ചാമത്തത്, ടു ഹെൽപ്പ് യു വിത്ത് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ, കുടുംബജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നല്ല ആശയവിനിമയം ഉണ്ടായിരിക്കുക എന്നുള്ളത്. അപ്പൊ അതെങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ചിന്തകളും ആശയങ്ങളും നിങ്ങൾക്ക് കൈമാറ്റം ചെയ്യാൻ വേണ്ടി. ആറാമത്തത്, നിങ്ങളുടെ സ്വന്തം ബലഹീനതകൾ തിരിച്ചറിയുന്നതിലൂടെ പങ്കാളിയുടെ അപൂർണതകൾ ഉൾക്കൊള്ളാനും അവരിലെ പൂർണ്ണത തേടാതെ അവരെ ബഹുമാനിക്കാനും അംഗീകരിക്കാനും നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി. To help you to identify your own weaknesses and to respect and accept your partner without seeking perfection in him or her. ഒന്ന്, നമ്മൾ സ്വയം മനസ്സിലാക്കുക, നമ്മളുടെ കഴിവുകേടുകൾ. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഓരോരുത്തരും അപൂർണരാണ്. അപ്പൊ നമ്മളിൽ തന്നെ അപൂർണതയുള്ളപ്പോൾ നമ്മുടെ ജീവിത പങ്കാളിയിൽ നമ്മൾ പെർഫെക്ഷൻസ് നോക്കുന്നത് അതിൽ എത്രത്തോളം ശരി ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്നും കൂടി ഓർപ്പിക്കുന്നത്. അതാണ് ഒരു ലക്ഷ്യം. മറ്റൊന്ന്, സ്വപ്ന ലോകത്തെ ബാലഭാസ്കരനാകാതെ യാഥാർത്ഥ്യ ബോധത്തോടുകൂടെ കുടുംബജീവിതം നയിക്കുന്നതിന് നിങ്ങളെ സഹായിക്കാം. എൻ്റെ ഒരു ഭാഷാന്തരം ഞാൻ ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. To help you to possess the realistic expectation for the future.
അപ്പൊ നമ്മളിങ്ങനെ വലിയ ഭയങ്കര എന്തൊക്കെയോ സിനിമകളിലോ അല്ലെങ്കിൽ ഭാവനയിലോ ഒക്കെ കണ്ട ജീവിതമായിരിക്കും നമ്മൾ അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചായിരിക്കാം കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. അതാകാതെ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി കുടുംബജീവിതം കാണുന്നതിന് വേണ്ടി അതെങ്ങനെയായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഒരു അവയർനെസ് നൽകുക എന്നുള്ളതാണ് ഈ കൗൺസിലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്ന മറ്റൊരു കാര്യം. എട്ടാമത്തത്, നിങ്ങളുടെ ദാമ്പത്യത്തിന്റെ തുടർച്ചയായ മെച്ചപ്പെടുത്തലും സമ്പുഷ്ടീകരണവും ആസൂത്രണം ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്നതിന് to help you to plan for the continuing enhancement and enrichment of your marriage. കാരണം വിവാഹം, നിങ്ങൾ ഈ ക്ലാസ് കേട്ട് കഴിഞ്ഞു, ഇത് കഴിയുന്നതോടുകൂടി നിങ്ങൾ കല്യാണം കഴിക്കുന്നു. കല്യാണം കഴിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഇത് പഠിച്ചു കഴിഞ്ഞ ഉടനടി നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ട് ഭയങ്കര ഫെയ്ത്ത്ഫുള്ളും എൻജോയബിളും ആയിട്ടുള്ള ജീവിതം ഉണ്ടാകി തുടങ്ങും എന്ന് വിചാരിക്കരുത്. നിങ്ങളിങ്ങനെ ജീവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ പഠിക്കാൻ പോകുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈ ക്ലാസ് നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ ഗുണം ചെയ്യും. ഇന്ന് നിങ്ങൾ കേൾക്കുന്ന അല്ലെങ്കിൽ ഈ ക്ലാസ്സുകളിൽ നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഭാവിയിൽ അത് പ്രയോജനം ചെയ്യും. അപ്പോ തുടർച്ചയായി നിങ്ങളുടെ ജീവിതം എങ്ങനെ മെച്ചപ്പെടുത്താനായിട്ട് കഴിയും, അതുപോലെ സമ്പുഷ്ടീകരണം എൻറിച്ച്മെന്റ് നടത്താനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതിനും അതിന്റെ ടിപ്സ് ഒക്കെ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഒരു ലക്ഷ്യം. ഒമ്പതാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനോടുള്ള നിങ്ങളുടെ പ്രതിബദ്ധത വ്യക്തിപരമായും ദമ്പതികളായും വിലയിരുത്താനുള്ള സമയമാണ്. This is the time for each of you to evaluate your own commitment to Jesus Christ individually and as a couple. വ്യക്തിപരമായിട്ടും ദമ്പതികളായിട്ടും നിങ്ങൾ ഓരോരുത്തരും യേശുക്രിസ്തുവുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധവും പ്രതിബദ്ധതയും എങ്ങനെയാണ് എന്ന് സ്വയം വിലയിരുത്താനും കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ ഒരു ചിന്തയോടുകൂടി നിങ്ങൾക്ക് അതിലേക്ക് പ്രവേശിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ ക്ലാസ് നിങ്ങൾക്ക് നൽകുന്നത്. അവസാനമായിട്ട് എഴുതിയിരിക്കുമ്പോൾ നിങ്ങൾ പേടിക്കാനോ നിങ്ങളെ പേടിപ്പിക്കാനോ വേണ്ടിയിട്ടല്ല, ബട്ട് വിത്ത് അറ്റ്മോസ്റ്റ് കെയർ, അറ്റ്മോസ്റ്റ് തോട്ട് നിങ്ങളെ ബുദ്ധി ഉപദേശിക്കാൻ വേണ്ടിയിട്ടാണ് അവസാനത്തെ പോയിന്റ് എഴുതിയിരിക്കുന്നത്. എന്താണെന്ന് നോക്കിയേ. വിവാഹം കഴിക്കാനുള്ള നിങ്ങളുടെ തീരുമാനം പുനർവിചിന്തനം ചെയ്യുന്നതിന് നിങ്ങളെ സഹായിക്കുന്നത്, ഒന്നുകിൽ ഇപ്പോഴത്തെ തീരുമാനവുമായി മുന്നോട്ട് പോകുന്നതിന്, അല്ലെങ്കിൽ മറ്റൊരു തീരുമാനം എടുക്കുന്നതിന്. ചിലര് ഓൾറെഡി കമ്മിറ്റഡ് ആണ്, ചിലര് ഒരു പക്ഷേ ഇങ്ങനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാകാം, മനസ്സിൽ കുറെ താല്പര്യങ്ങളൊക്കെ ചിലരോടൊക്കെ ഉണ്ടാകാം. അങ്ങനെയുള്ളവരും പല എൻഗേജ്മെന്റ് കഴിഞ്ഞവരും ഒക്കെ ഉണ്ട്. നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, പക്ഷേ നിങ്ങളിപ്പോ ആരും വിവാഹം കഴിച്ചവര് ഇല്ല. വിവാഹം കഴിച്ച ദമ്പതികൾ ഇതിലുണ്ട്, ആളുകളുണ്ട്. പക്ഷെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളുകള് അവർക്കാണ് മെയിൻ ആയിട്ടുള്ള ഈ ക്ലാസ് ഉദ്ദേശിച്ചിരിക്കുന്നത്. നിങ്ങൾ വിവാഹിതരായതിനു ശേഷം ഒരു ജീവിതം തീരുമാനം അല്ലെങ്കിൽ തെറ്റിപ്പോയി ഇത് വേണ്ടായിരുന്നു എന്നുള്ളത് ചിന്തിക്കുന്നതിന് മുമ്പ് ഇപ്പോൾ നിങ്ങൾക്ക് പ്രശ്നങ്ങളില്ലാതെ പിന്മാറാൻ പറ്റുന്ന ഒരു സമയമാണെങ്കിൽ അത് പിന്മാറുക. അല്ല, നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ നിങ്ങളുടെ ബന്ധം തുടരുന്നതിന് ശക്തമായ പ്രേരണയും പ്രോത്സാഹനവും നൽകുന്നതാണെങ്കിൽ അത് നിങ്ങളെ തുടരുന്നതിന് സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്ലാസ്. അപ്പോൾ അവസാനത്തത് കേട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, പക്ഷേ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ഇങ്ങനെ ഒരു ഏകദേശം 10ഓളം ഉദ്ദേശങ്ങൾ ഈ ക്ലാസ്സിലുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ഈ വിഷയങ്ങളിൽ നിഴലിച്ച് നിൽക്കും എന്നുള്ളത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഈ കോഴ്സിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത്, വാട്ട് ഈസ് എക്സ്പെക്ടഡ് ആസ് യു അറ്റൻഡ് ദിസ് കോഴ്സ്. പ്രാർത്ഥനയോടെയും താല്പര്യത്തോടെയും പങ്കെടുക്കുക. പ്രയർഫുള്ളി ആൻഡ് വിത്ത് ഈഗർനെസ് അറ്റൻഡ് ദിസ് ക്ലാസ്. രണ്ടാമത്, തുറന്ന മനസ്ഥിതിയോടെ പങ്കെടുക്കുക. കീപ് ആൻ ഓപ്പൺ മൈൻഡ് ആൻഡ് വില്ലിംഗ്നെസ് ടു ലേൺ. തുറന്ന മനസ്ഥിതിയോടെ, എനിക്കെല്ലാം അറിയാം, ഞാനിതൊക്കെ എത്ര കണ്ടേക്കണു, കേട്ടേക്കണു, വായിച്ചേക്കണു, പഠിച്ചേക്കണു എന്നുള്ളതിന്റെ ചിന്തയൊക്കെ മാറ്റിയിട്ട് we have always something new to learn. അതുകൊണ്ട് ഓരോ ആളുകളും ക്ലാസ്സുകൾ എടുക്കുമ്പോൾ, പ്രസംഗിക്കുമ്പോൾ, നമ്മളോട് സംസാരിക്കുമ്പോൾ പുതിയ ഒരു ആശയം, പുതിയൊരു ചിന്ത, പുതിയൊരു തലം നമുക്ക് എപ്പോഴും കേൾക്കുവാനായിട്ട് കഴിയും എന്നുള്ള തുറന്ന മനസ്ഥിതിയോടെ പഠിക്കാനുള്ള മനസ്സോടുകൂടി ക്ലാസ്സിൽ നിങ്ങൾ പങ്കെടുക്കുക. മറ്റൊന്ന് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, കീപ് യുവർ വീഡിയോ ഓൺ ആൻഡ് ഓഡിയോ മ്യൂട്ട് ത്രൂ ഔട്ട് ദ ക്ലാസ്. സിറ്റ് ഇൻ എ വേ ദാറ്റ് യുവർ ഫേസ് ഈസ് വിസിബിൾ. കേൾക്കുന്നില്ലേ?
കേൾക്കുന്നില്ല. ഡാഡിയുടെ അവിടുത്തെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും അത്? അതെ അതെ, ഇവിടെ ക്ലിയർ ആണ്. ബാക്കിയുള്ളവർക്ക് കേൾക്കുന്നുണ്ട്. അപ്പൊ വീഡിയോ ഓൺ ചെയ്ത് വെക്കുക, ഓഡിയോ ഓഫ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ മുഖം എല്ലാവർക്കും കാണത്തക്ക വിധത്തിൽ ഇരിക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം. മറ്റൊന്ന്, മറ്റു ബഹളങ്ങൾ നിങ്ങളെ ബാധിക്കാത്ത ഒരിടത്ത് ഇരിക്കണം. ഇനി അങ്ങോട്ട് ഒരു 5-6 ക്ലാസ്സുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലുള്ള എല്ലാ പോരായ്മകളും അടുത്ത ക്ലാസ്സുകളിൽ നിങ്ങൾ നികത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ മറ്റു ബഹളങ്ങൾ നിങ്ങളെ ബാധിക്കാതെ ഒരിടത്ത് സ്വസ്ഥമായിട്ട് ഇരിക്കുക. ഈ വീട്ടിലെ മറ്റുള്ളവർ കാണുന്ന ടിവിയിലെ ബഹളം, അവരവിടെ ഒച്ചയുണ്ടാക്കുന്നത്, പിള്ളേര് കളിക്കുന്നത്, നിങ്ങളുടെ ശ്രദ്ധ മാറ്റിക്കളയുന്ന ഒരിടത്ത് നിങ്ങൾ ഇരിക്കാതെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്ന ഒരിടത്ത് നിങ്ങൾ സ്വസ്ഥമായിട്ട് ഇരിക്കണം. അതുപോലെ നിങ്ങൾ ക്ലാസ്സുകൾ പൂർണ്ണമായും അറ്റൻഡ് ചെയ്യുക. അറ്റൻഡ് ദി എൻറ്റയർ കോഴ്സ്. നിങ്ങൾ ഇന്ന് പങ്കെടുത്തു, നാളെ പങ്കെടുക്കാൻ പറ്റില്ല, അടുത്ത ദിവസം പങ്കെടുത്തു, അങ്ങനെ ഇരിക്കാതെ നിങ്ങൾ ഈ 5-6 ദിവസത്തെ ഈ ക്ലാസ് ഓരോ മണിക്കൂറുള്ളത് നിങ്ങൾ ഒരു കമ്മിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേറെ ഒരു പ്രോഗ്രാമും ഈ സമയത്ത് എടുക്കാതിരിക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ജീവിതമാണ് വസ്തുക്കളെക്കാളും പണത്തെക്കാളും വലുത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. യുവർ ലൈഫ് ആൻഡ് വാല്യൂസ് ഇൻ ലൈഫ് ആർ മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ തിങ്സ് ആൻഡ് മണി. അപ്പോൾ നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ മൂല്യങ്ങൾ, ഇതിനു വേണ്ടി നിങ്ങളുടെ ആയുസ്, പണം, സമയം ഇതൊക്കെ ചെലവിടാനായിട്ട് നമ്മൾ ഉത്സാഹിക്കണം. അതുകൊണ്ട് ഈ ക്ലാസ്സുകൾ ആ നിലയിൽ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. അപ്പോൾ ഈ ക്ലാസ്സിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യം അതൊക്കെയാണ്. അവസാനമായിട്ട് നിങ്ങൾ ഈ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ ഒരു ബുക്ക്, പേന, ബൈബിൾ ഇവ നിങ്ങൾ കരുതണം. കീപ് എ ബുക്ക്, പെൻ ആൻഡ് ബൈബിൾ. നിങ്ങൾക്ക് നല്ല ചിന്തകളോ ആശയങ്ങളോ ഉണ്ടായാൽ അത് ഓർത്തിരിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കാതെ നിങ്ങൾ അത് അപ്പോൾ തന്നെ കുറിച്ചു വെക്കാനായിട്ട് ഉത്സാഹിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾ അത് ഓർമ്മയിൽ ഇരിക്കുകയുള്ളൂ എന്ന് കൂടി ഓർപ്പിക്കുക. അപ്പോൾ വിഷയങ്ങളും ക്ലാസ്സുകൾ എടുക്കുന്നവരെയും കുറിച്ച് നിങ്ങളോട് ഞാൻ പറയുകയുണ്ടായി. ഞാൻ ഉൾപ്പെടെ 4 പേരാണ് ഈ ക്ലാസ്സുകൾ എടുക്കുന്നത്. അവരുടെ ഫോട്ടോ സഹിതം ഞാൻ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താം. ഇതാണ് ക്ലാസ്സുകൾ എടുക്കുന്നവര്. ഇതില് ചിലർക്കൊക്കെ ഞങ്ങൾ 2 പേരെ നിങ്ങൾക്കറിയാം. മറ്റൊന്ന് പ്രൊഫസർ ജോയ് ജോൺ, ബിജു ജേക്കബ്, അതുപോലെ മിസ്സസ് ലീന സാബു. നിങ്ങൾക്ക് കാണാമല്ലോ ഇവരെ. അടുത്ത ദിവസം നിങ്ങൾക്ക് ഇവരെ ലൈവായിട്ട് തന്നെ കാണുവാനായിട്ട് കഴിയും. വളരെ അനുഗ്രഹീതമായ ക്ലാസ്സുകൾ എടുക്കുന്ന ദൈവദാസന്മാരും അനുഭവ സമ്പത്തുള്ളവരും പരിജ്ഞാനമുള്ളവരും ഒക്കെയാണ് അവരിൽ നിന്ന് നിങ്ങൾ കേൾക്കുവാനായിട്ട് കഴിയുന്നതാണ്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്ന വിഷയങ്ങൾ. വിവാഹത്തിന് മുമ്പ്, വിവാഹത്തിന് ശേഷം, ഇതാണ് പ്രധാനപ്പെട്ട ബിഫോർ മാരേജ് ആൻഡ് ആഫ്റ്റർ മാരേജ്. ആ കാര്യങ്ങളാണ് നിങ്ങൾ മെയിൻ ഹെഡിങ് എന്ന് പറയുന്ന അതാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ഇതൊക്കെ എൻ്റെ ഓക്കെ. ഞാനിവിടെ നിങ്ങൾക്കൊരു ഇത് കാണിച്ചു നോക്കിയാൽ നമ്മുടെ സീരിയലുകളിലും TV ഷോകളിലൊക്കെ നമ്മൾ കാണുന്നത് എന്താണെന്നറിയോ? നമ്മൾ ഇതൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്താൽ കാണുന്നത് മരമണ്ടനും കോമാളിയുമായ ഭർത്താവ്, അങ്ങനെയുള്ള കുറച്ച് ഷോകളുണ്ട്. നിങ്ങൾ TV-യിലെ തട്ടിമുട്ടിയും പരിപാടിയിൽ അർജുനനെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. അതുപോലെ സീരിയലുകൾ നോക്കിയാൽ അറിയാം. പിടിവാശിക്കാരി, വൈരാഗ്യബുദ്ധി, അസൂയ, ഇതൊക്കെയുള്ള കുടുംബാംഗങ്ങള്, ഭാര്യ, ഭർത്താവ്. പിന്നെ കുറെ പ്രയോഗങ്ങളൊക്കെ ഞാനിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെന്നുള്ളൂ. അതിപ്പോ നിങ്ങളോട് പറയാനായിട്ട് കാര്യമായിട്ട് ഉദ്ദേശിച്ചില്ല. അത് TV-യിലെ മറ്റൊരു പ്രോഗ്രാം ഉണ്ടല്ലേ, കഥയിൽ ഇത് ജീവിതം എന്നൊക്കെ പറയും. ഓക്കെ, ശരി. ഇതൊരു വീഡിയോ ക്ലിപ്പ് ആയിരുന്നു. ഞാനത് ഇപ്പോ നിങ്ങളെ കാണിക്കുന്നില്ല, അതിനുള്ള സമയം നമുക്കില്ല. അപ്പോ ഇനി നമ്മൾ പ്രധാനപ്പെട്ട മറ്റൊരു ഹെഡിങ്ങിലേക്ക് പോവുകയാണ്. വിവാഹത്തിന് തയ്യാറെടുക്കുമ്പോൾ, as you get ready for the marriage, okay, as you get ready for the marriage, വിവാഹ നിശ്ചയത്തിന് ശേഷം, ആഫ്റ്റർ ദി എൻഗേജ്മെന്റ്, അതാണ് ഇപ്പോൾ നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഇതിന്റെ ഓർഡറുകൾ നമുക്ക് ഒരു കൃത്യമായൊരു ഓർഡർ ചില സമയത്ത് എനിക്ക് തോന്നും ഈ കാര്യം ആദ്യം പറയാം, അല്ലെങ്കിൽ ഇത് പിന്നീട് പറയാന്നൊക്കെ തോന്നും. അപ്പൊ ഞാൻ നോക്കിയപ്പോ എവിടെയെങ്കിലും തുടങ്ങണമല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ വിഷയത്തിൽ അങ്ങോട്ട് തുടങ്ങുകയാണ്. വിവാഹത്തിന് തയ്യാറെടുക്കുമ്പോൾ, ആസ് യു ഗെറ്റ് റെഡി ഫോർ ദ മാരേജ്, വിവാഹ നിശ്ചയത്തിന് ശേഷം, ആഫ്റ്റർ ദി എൻഗേജ്മെന്റ്, അതാണ് ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്നത്. ആഫ്റ്റർ ദി എൻഗേജ്മെന്റ് എന്താണ്? വിവാഹം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഒരു പുരുഷനും ഒരു സ്ത്രീ, അല്ലെങ്കിൽ ബോയ് ആൻഡ് ഗേൾ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ജനറൽ വാക്ക് ഉപയോഗിച്ചാണ്. ബോയ് ഗേൾ എന്ന് പറയുന്ന ശിശുക്കളെ ഉദ്ദേശിച്ചല്ല, വിവാഹം നിശ്ചയിക്കപ്പെട്ട ബോയ് ആൻഡ് ഗേൾ എന്നുള്ള അർത്ഥത്തിലാണ്. അവിടെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ആരോഗ്യകരവും അടുത്ത് അറിയത്തക്ക നിലയിലുമുള്ള സംഭാഷണങ്ങൾ ആരംഭിക്കുക.
പ്രധാനമായും വിവാഹവുമായി ബന്ധപ്പെട്ട സംഭാഷണങ്ങൾ നടത്തുക. ചളി വർത്തമാനങ്ങളും സംശയം ജനിപ്പിക്കുന്ന വർത്തമാനങ്ങളും പാടില്ല. തോന്നിയ സമയത്ത് വിളിക്കാതെ ദിവസവും ഒരു നിശ്ചിത സമയത്ത് ഒരു നിശ്ചിത അളവിൽ മാത്രം സംസാരിക്കുക. വീട്ടുകാരോടും സംസാരിക്കുക. എന്താണ്? സ്റ്റാർട്ട് കമ്മ്യൂണിക്കേറ്റിംഗ് ഈച്ച് അതർ, അവോയ്ഡ് സില്ലി ടോക്സ്, discuss about the wedding day, dress, etc. Talk in such a way that you want to know each other. Instead of calling in a undetermined time, call in a fixed time. Talk with the parents and family members of both. വളരെ ലളിതമാണ്. നമുക്കറിയാം, എൻഗേജ്മെന്റ് കഴിഞ്ഞ ഒരു ഇടവേള ഉണ്ടാകും, അല്ലെങ്കിൽ വിവാഹം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് ഒരു വിവാഹം നിശ്ചയിക്കപ്പെട്ട ഒരു കാലയളവും വിവാഹത്തിന്റെ കാലയളവും തമ്മിൽ ഉള്ള അന്തരത്തിൽ അവർക്ക് ഈ ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ചെയ്യാവുന്ന നിങ്ങൾക്ക് ഫോൺ ചെയ്യാം. ഈ ഫോൺ ചെയ്യുമ്പോൾ എന്താണ് ലക്ഷ്യം എന്നുള്ളത് നമ്മൾ അറിയണം. പരസ്പരം അറിയാനുള്ള താല്പര്യത്തോടെ സംസാരിക്കണം. അല്ലാതെ ചുമ്മാ വെറുതെയുള്ള വളിപ്പ് വർത്താനങ്ങൾ, അല്ലെ, ചളി വർത്താനങ്ങൾ എന്നൊക്കെ വേണ്ടി നമുക്ക് പറയാം. അങ്ങനെ പിള്ളേർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കിയിട്ട് പരസ്പരം വ്യക്തിപരമായിട്ട് അറിയാൻ, മനസ്സിലാക്കാനായിട്ടുള്ള സംഭാഷണങ്ങൾ കൂടുതൽ സംഭാഷണത്തിൽ ഉൾപ്പെടുത്തുക. പിന്നെ ഏതെങ്കിലും ഒരു സമയത്ത് വിളിക്കാതെ ഒരു ഫിക്സഡ് ടൈം വെച്ച് വിളിക്കുക. നിങ്ങൾക്ക് അങ്ങനെ വിളിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. വിളിക്കാനായിട്ട് ഉള്ള സ്വാതന്ത്ര്യത്തിൽ ഒരു ഫിക്സഡ് ടൈമിൽ വെക്കുക. അല്ലെങ്കിൽ എന്താ കുഴപ്പമെന്നറിയാവോ? ഈ വിവാഹത്തിന് മുമ്പേ പലപ്പോഴും പ്രശ്നങ്ങൾ തുടങ്ങും. അവിടെ നിങ്ങൾ വിളിക്കുമ്പോൾ ചിലപ്പോ മറ്റേയാളെ കിട്ടില്ല. അപ്പൊ ഇനി കിട്ടുന്ന സമയത്ത് ചോദിക്കും, നിങ്ങൾ ഇത്രയും നേരം എവിടെയായിരുന്നു? ആരോടെ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത്? ഞാൻ എത്ര നേരമായി ട്രൈ ചെയ്യുന്നു? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാനും സംശയങ്ങൾ വിവാഹത്തിന് മുമ്പേ തന്നെ ഉണ്ടാകുവാനായിട്ടും തുടങ്ങും. അപ്പോൾ പരസ്പരം ഈ കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിക്കാനായിട്ട് തുടങ്ങിയാൽ പോലും മറ്റേ ആൾക്ക് മനസ്സിലാകണമെന്നില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നതിനും അല്ലെങ്കിൽ പരസ്പരം മനസ്സിലാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ നിശ്ചിത സമയത്ത് വിളിക്കുക എന്നൊക്കെ പറയുന്നത്. മാത്രമല്ല, നിങ്ങൾ രണ്ടുപേരും മാത്രം സംസാരിക്കാതെ കുടുംബാംഗങ്ങളുമായിട്ട് നിങ്ങൾ സംസാരിക്കണം. ഭാവിയില് അപ്പനും അമ്മയും അളിയനും അമ്മായിമ്മയും ഒക്കെ ആകാൻ പോകുന്നവരോട് നിങ്ങൾ സംസാരിക്കണം. പരസ്പരം വീട്ടുകാരോട് നിങ്ങൾ അടുക്കണം, സംഭാഷണത്തിലൂടെ അടുക്കണം. ഇനിയിപ്പോ വീഡിയോ കോൾ വിളിച്ചാണെങ്കിൽ അങ്ങനെ ഇതൊക്കെ ചെയ്യാനായിട്ടുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. അപ്പോ സംഭാഷണം ചെറിയതിൽ തുടങ്ങുക, നല്ല രീതിയിൽ സംസാരിക്കുക, ആരോഗ്യപരമായിട്ടുള്ള വർത്തമാനങ്ങൾ പറയുക, പരസ്പരം അറിയണം എന്നുള്ള താല്പര്യത്തോടെ അടുത്തറിയാനായിട്ടുള്ള അവസരങ്ങളായിട്ട് ആ സംഭാഷണം ഉപയോഗിക്കുക. അടുത്തത്, നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കാനായിട്ട് നിങ്ങൾ തയ്യാറാകണം. പ്രാർത്ഥിക്കണം. നിങ്ങളുടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള വലിയ പ്രാർത്ഥനയും ഒരുക്കവും ആവശ്യമുണ്ട് നിങ്ങൾക്ക്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല ഒരു കുടുംബജീവിതം ഉണ്ടാകുന്നതിന് വേണ്ടി ദൈവത്തിന്റെ സഹായത്തോടു കൂടി ആ ജീവിതം നയിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. അതുപോലെ നല്ല പുസ്തകങ്ങൾ വായിക്കണം. ചുമ്മാ കുറെ മാഗസിൻസും കുറെ അവിടെ ഇവിടെയും കണ്ട വീഡിയോയും അതൊന്നും നിങ്ങൾ നോക്കാതെ ഭക്തന്മാരായ, അനുഭവസ്ഥരായ, റിസർച്ച് ചെയ്ത് എഴുതിയിട്ടുള്ള നല്ല ആത്മീയവും സെക്കുലറുമായിട്ടുള്ള പുസ്തകങ്ങൾ ലഭ്യമാണ്. ആ പുസ്തകങ്ങളൊക്കെ നിങ്ങൾ വായിക്കണം. ചുമ്മാ വനിതയിലും അതിലൊക്കെ വരുന്ന കുറച്ച് ആർട്ടിക്കിൾ മാത്രം വായിച്ച് അതിന്റെ രസത്തിൽ പോകാതെ കാതലായിട്ടുള്ള കാര്യങ്ങൾ എഴുതിയിരിക്കുന്ന പുസ്തകങ്ങൾ നിങ്ങൾക്ക് ധാരാളം ലഭ്യമാണ്. അപ്പൊ അങ്ങനെയുള്ള പുസ്തകങ്ങൾ കണ്ടെത്തുക, ബുക്ക് സ്റ്റോളിൽ പോവുക, വായിക്കുക, വാങ്ങുക, വായിക്കുക. നിങ്ങൾ വിവാഹത്തിന് മുമ്പ് മിനിമം ഒരു 2-3 പുസ്തകങ്ങളെങ്കിലും നിങ്ങൾ വായിച്ചിരിക്കണം. അത് വളരെ നിർബന്ധമായിട്ട് നിങ്ങളൊരു കമ്മിറ്റ്മെന്റ് ആയിട്ട് എടുക്കുക. അതുപോലെ ശാരീരികമായിട്ടും മാനസികമായിട്ടും നിങ്ങൾ ഒരുങ്ങണം. ഗെറ്റ് പ്രിപ്പയർഡ് ഫിസിക്കലി ആൻഡ് മെന്റലി. നിങ്ങൾ വിവാഹം കഴിക്കാൻ പോവുകയാണ് എന്നുള്ള ആ ഒരു ചിന്ത നിങ്ങളെ തന്നെ ഭരിക്കണം. അപ്പോൾ ആ ചിന്തയോടുകൂടി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ശരീരത്തിലും മനസ്സിനും ഒക്കെ ഒരുങ്ങണം. നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ശരീരമൊക്കെ ആ നിലയിൽ ഒരുക്കി അങ്ങനെയുള്ള ശാരീരികമായിട്ടുള്ള ഒരു എന്താ പറയുക ഫിസിക്കൽ ഫിറ്റ്നസ് നിങ്ങൾക്ക് ഉണ്ടാകണം. അതുപോലെ മെന്റലി പ്രിപ്പയർഡ് ആകുക. നിങ്ങൾ വിവാഹം കഴിക്കാൻ പോവുകയാണ്. നിങ്ങൾ സർപ്രൈസ് ആകരുത്. കല്യാണം കഴിച്ചിട്ട് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഫസ്റ്റ് നൈറ്റിൽ തന്നെ നിങ്ങൾ ആകെ കൂടി ചിന്താക്കുഴപ്പവും വെപ്രാളവും ഒക്കെ കാണിക്കുന്നവരായി മാറാതെ മെന്റലി നിങ്ങൾ പ്രിപ്പയർഡ് ഒക്കെ ആകുന്നവരായിട്ട് മാറണം. അപ്പോൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരുങ്ങണം നിങ്ങൾ. ഇതിനൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് വരുന്ന ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം കേട്ടോ. ഞാൻ ജനറൽ ടോക്ക് മാത്രമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്.
ഇനി വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അനാവശ്യമായ യാത്രകളൊക്കെ ഒഴിവാക്കണം. അവോയ്ഡ് അൺനെസസറി ട്രാവൽസ്. അത് നമ്മുടെ കാരണന്മാരൊക്കെ പറയാറുണ്ട് അല്ലെ, രാത്രിയുള്ള യാത്ര, ദീർഘമായ യാത്രകള്, സമയത്തിന് വീട്ടിൽ വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ ഒരു വലിയ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം നടക്കുവാനായിട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ധൃതി പിടിച്ചുള്ള യാത്രകള്, ഇങ്ങനെയുള്ള രാത്രിയിലെ സഞ്ചാരങ്ങള്, ഇതൊക്കെ ഒഴിവാക്കണം. കാരണം അപകടങ്ങൾ ഉണ്ടായിക്കൂടായില്ലല്ലോ. നമ്മൾ പല ചിന്തകളോടും, പ്രത്യേകിച്ച് വിവാഹം നിശ്ചയിക്കപ്പെട്ടിരിക്കുമ്പോൾ പല പല ചിന്തകളോടും ഉത്തരവാദിത്തങ്ങളോടും കൂടിയൊക്കെയാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ നമ്മുടെ ചിന്തകളെ മാറ്റിക്കളയാനും ഡിസ്ട്രാക്റ്റഡ് ആയി നമുക്ക് എന്തെങ്കിലും സംഭവിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ അനാവശ്യമായിട്ടുള്ള യാത്രകള്, ദീർഘമായ യാത്രകളൊക്കെ വിവാഹം നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒഴിവാക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ വ്യക്തിപരമായ സമയക്രമീകരണങ്ങൾ വരുത്തുക. വളരെ വൈകി വീട്ടിൽ വരുന്നതും ഉറങ്ങുന്നതും ഒഴിവാക്കി തുടങ്ങണം. കം ടു എ പേഴ്സണൽ ആൻഡ് ഫാമിലി ഡിസിപ്ലിൻ. അവോയ്ഡ് ലേറ്റ് കമ്മിങ് ടു ഹോം ആൻഡ് ഗോയിങ് ടു ബെഡ്. നിങ്ങൾ വിവാഹിതരായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഇൻഡിവിജ്വൽ ലൈഫ് അല്ല നിങ്ങൾ നയിക്കുന്നത്. നിങ്ങൾക്ക് ഉത്തരവാദിത്തപ്പെട്ട, നിങ്ങൾ പിന്നെ യോജിച്ചുള്ളൊരു കുടുംബമാണ്. നിങ്ങൾ മാത്രമല്ല വീട്ടിലുള്ളൂ. നിങ്ങൾ വിവാഹം ചെയ്തിരിക്കുന്ന പെൺകുട്ടി അല്ലെങ്കിൽ പുരുഷൻ, ഇവരുമായിട്ടുള്ള ജീവിതമാണ് നിങ്ങൾക്കുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ നയിക്കുന്ന ജീവിതത്തിന് കുറച്ച് ഓർഡറുകളൊക്കെ വരുത്തണം. അപ്പൊ ലേറ്റ് ആയിട്ട് വീട്ടിൽ വരിക എന്നുള്ളതൊക്കെ മാറ്റി നിർത്തിയിട്ട് നേരത്തെ ഒരു നിശ്ചിത സമയം, പരമാവധി നേരത്തെ വീട്ടിൽ എത്തുക. എന്നിട്ട് നിങ്ങൾക്ക് എല്ലാത്തിനും സമയങ്ങൾ ഉണ്ടാകണം. ഭക്ഷണം കഴിക്കാൻ, പ്രാർത്ഥിക്കാൻ, ഒരുമിച്ചിരിക്കാൻ, പല പല പരിപാടികൾ കാണാൻ, സംസാരിക്കാൻ ഒക്കെ നിങ്ങൾക്ക് സമയം ഉണ്ടാകത്തക്ക നിലയിൽ നിങ്ങൾ നേരത്തെ വീട്ടിൽ വരണം. അതുപോലെ വൈകിയൊക്കെ ഉറങ്ങി ശീലിച്ചവര് നേരത്തെ ഉറങ്ങാനൊക്കെ ശീലിക്കണം. നിങ്ങൾ 3 മണിക്ക് ഉറങ്ങുന്ന ശീലവും ഭാര്യ 10 മണിക്ക് ഉറങ്ങുന്നതാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു കുടുംബജീവിതം ഉണ്ടാകില്ല. അതുകൊണ്ട് ഇപ്പോഴേ തന്നെ ഒരുങ്ങണം. അത് ഞാൻ ശരിയാക്കിക്കോളാന്ന് പറഞ്ഞാൽ ശരിയാവില്ല. കാരണം അതൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കും. നിങ്ങൾ 3 മണിയാകുമ്പോൾ ഉറങ്ങാൻ പോകും, ഭാര്യ കിടക്കുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ ഭാര്യ 3 മണിക്ക് ഉറങ്ങുന്നു, ഭർത്താവിന് 10 മണിയാകുമ്പോഴത്തേക്ക് ഉറക്കം വരും. ഇതൊക്കെ മാറ്റണം. നിങ്ങൾക്ക് ഒരു ടൈം ടേബിൾ ഉണ്ടാകണം. നിശ്ചിത സമയത്ത് ഉറങ്ങണം, ഒരുമിച്ച് ഉറങ്ങണം. അതുപോലെ എഴുന്നേൽക്കുന്നതിനൊക്കെ നിങ്ങൾക്ക് വ്യക്തിപരമായും കുടുംബമായിട്ടൊക്കെ ടൈം ടേബിളും ഡിസിപ്ലിനും ഒക്കെ ഉണ്ടാകണം. ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റുള്ളവർ നിങ്ങളോട് കൂടുതൽ വിശദമായിട്ടൊക്കെ പറയും. അതുപോലെ ഇനി വിവാഹം നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞാൽ വിവാഹത്തിന് വിളിക്കണം എന്നുള്ളതുണ്ടല്ലോ. അത് നിങ്ങൾക്ക് നേരിട്ടും ഫോണിലൂടെയും വിളിക്കാം. ഇൻവൈറ്റ് ദ പീപ്പിൾ ബൈ ഫോൺ ആൻഡ് ഇൻ പേഴ്സൺ ഫോർ വെഡിങ്. ഞാൻ വിവാഹത്തിന് തയ്യാറെടുക്കുമ്പോൾ എന്നുള്ള വിഷയത്തിന്റെ താഴെ വിവാഹ നിശ്ചയത്തിന് ശേഷം നിങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിവാഹം നിശ്ചയിക്കപ്പെട്ടു, ഇനി അടുത്ത് നിങ്ങൾക്ക് വിവാഹമാണ്, വെഡിങ് ഡേ ആണ്. അപ്പോൾ വിവാഹം നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ പിന്നെ വിവാഹത്തിന് വിളിക്കാണ്, കല്യാണത്തിന് വിളിയാണ്. അപ്പോൾ അത് ആര് വിളിക്കും? ആ വിളി നടത്തുന്നത് നിങ്ങളുടെ മാതാപിതാക്കളും നിങ്ങളുമാണ്. എങ്ങനെ വിളിക്കും നിങ്ങൾ? ഇന്നത്തെ കാലത്ത് നമുക്ക് ഫോണിലൂടെയും വിളിച്ചാൽ ആളുകൾക്ക് വിരോധമില്ല. പണ്ട് കാലത്ത് അങ്ങനെയായിരുന്നില്ല. നേരിട്ട് വീട്ടിൽ ചെന്ന് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്ന് 10-15 മിനിറ്റ് ഇരുന്ന് എന്നിട്ട് ഔദ്യോഗികമായിട്ട് പറയേണ്ട പദങ്ങളൊക്കെ ഉപയോഗിച്ച് വിളിച്ചെങ്കിൽ മാത്രമേ ആളുകൾ കല്യാണത്തിന് വരുള്ളൂ. പഴയ തലമുറയിൽപ്പെട്ടവരൊക്കെ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് ആ രീതിയൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ അത് ഞാൻ ചില കാര്യങ്ങൾ കൂടി പിന്നാലെ പറയുന്നതാണ്. അടുത്ത കല്യാണത്തിന് നിങ്ങൾ തയ്യാറെടുക്കുകയാണ്. എല്ലാവരും കൂടി ഇരുന്ന് ബഡ്ജറ്റ് തയ്യാറാക്കണം. നിങ്ങളുടെ കയ്യിൽ എത്ര പൈസയുണ്ട്, എത്ര പൈസ കിട്ടാൻ സാധ്യതയുണ്ട്. പ്രിപ്പയർ എ ബഡ്ജറ്റ് ഫോർ ദ വെഡിങ്. ഹൗ മച്ച് യു ഹാവ് ആൻഡ് ഹൗ മച്ച് യു വിൽ ഗെറ്റ് ഓർ ഹൗ മച്ച് യു മൈറ്റ് ഗെറ്റ്. ഇത് പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് മാത്രം ഉദ്ദേശിച്ചല്ല, അല്ലാതെ നിങ്ങൾക്ക് സാധ്യത മറ്റിടത്തു നിന്ന് പണം കിട്ടാൻ സാധ്യത എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ ആ പണത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾ ബഡ്ജറ്റ് തയ്യാറാക്കണം. കടമൊക്കെ വാരി വലിച്ച് കല്യാണം നടത്തി കഴിഞ്ഞാൽ പിന്നീട് കുടുംബജീവിതം ആസ്വദിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഭാരവും പ്രയാസവും ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് ഉള്ള ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് നന്നായി കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾ തയ്യാറാകുക. എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് വന്ന് സന്തോഷം കഴിച്ച് അടിച്ചു പൊളിച്ചു പോകും. പക്ഷെ നിങ്ങൾ കടക്കാരനാകുകയും നിങ്ങളുടെ കുടുംബജീവിതം പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും നിരാശയിലും ദുഃഖത്തിലും ഒക്കെ പോകും. സന്തോഷമില്ലാതെ നിങ്ങൾക്ക് ജീവിതം തുടങ്ങേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഉള്ള ബഡ്ജറ്റിൽ പണം കയ്യിലുള്ളതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾ പദ്ധതി തയ്യാറാക്കണം. ഇനി നിങ്ങൾ മറ്റൊരു കാര്യം അറിയേണ്ടത്, ഈ എല്ലാ കുടുംബത്തിലും ഒരു 95% എന്ന് ഞാൻ പറയാം, ചിലപ്പോൾ അതിൽ കൂടുതലാവാനേ സാധ്യതയുള്ളൂ. വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട്, വിവാഹ നിശ്ചയവും അല്ലെങ്കിൽ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഒരു കാര്യം ഉറപ്പുവരുത്തിക്കൊള്ളണം.
മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്നുമുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും അസ്വാരസ്യങ്ങളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കല്യാണത്തിന് വിളിക്കുന്നതിനെ കുറിച്ച്, എന്താ പറയാ, വിവാഹ വേദി, അതുപോലെ ഡ്രസ്സിങ്, കല്യാണത്തിന് ആരൊക്കെ പോകണം, അല്ലെങ്കിൽ എങ്ങനെ നടത്തണം, ആരൊക്കെ വിളിക്കണം, ഏത് രീതിയിൽ നടത്തണം, ഇതൊക്കെ നിങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ മാത്രം പ്രശ്നമായിട്ട് നിങ്ങൾ ചിന്തിക്കരുത്. അത് സ്വാഭാവികമാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ, അസ്വാരസ്യങ്ങൾ, ശബ്ദത്തിലുള്ള വ്യത്യാസങ്ങളൊക്കെ സ്വാഭാവികമാണ്. ഇത് നിങ്ങൾ ഉൾക്കൊള്ളണം. ഇതെല്ലാ വീട്ടിലും ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് പാകതയോടെ, പക്വതയോടെ നിങ്ങൾ വളരെ അതിനെ തന്മയത്വത്തോടെ കൈകാര്യം ചെയ്യാനായിട്ട് നിങ്ങൾ മനസ്സുകൊണ്ട് ഒരുങ്ങുക. ഇത് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക. എക്സ്പെക്ട് ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻ ആൻഡ് ഹോട്ട് ടോക്സ് ഫ്രം ദ പാരന്റ്സ്. ഓക്കെ, അപ്പൊ സ്വാഭാവികമാണ്. ഇനി കല്യാണത്തിന് വിളിക്കേണ്ടവരുടെ ലിസ്റ്റ് നിങ്ങൾ തയ്യാറാക്കണം. മേക്ക് എ ലിസ്റ്റ് ഓഫ് പീപ്പിൾ ടു ബി ഇൻവൈറ്റഡ്. നിങ്ങൾ ഒരു ബുക്ക് എടുത്ത് അതിൽ നിങ്ങൾക്ക് വിളിക്കാൻ താല്പര്യമുള്ള എല്ലാവരുടെയും പേര് ആദ്യം നിങ്ങൾ എഴുതണം, പേരും കുടുംബവും. അതിനുശേഷം അതിൽ നിന്ന് നിങ്ങൾ പിന്നെയും ഷോർട്ട് ലിസ്റ്റ് ചെയ്യണം. നിങ്ങളുടെ ബഡ്ജറ്റിൽ എത്തുന്നതിനനുസരിച്ച്. ഓക്കെ, നിങ്ങൾ എത്ര രൂപയുടെ ഫുഡാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ കയ്യിൽ എത്ര പണമുണ്ട്, എത്ര പണത്തിന് നിങ്ങൾക്ക് ഡ്രസ്സ് എടുക്കണം, എത്ര പണത്തിന് നിങ്ങൾക്ക് കല്യാണം നടത്തണം, ഇതൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യണം. എത്ര പണം നിങ്ങളുടെ കയ്യിലുണ്ടോ അതിനനുസരിച്ച് വേണം കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാനായിട്ട്. അപ്പോൾ അതിനുള്ള ലിസ്റ്റുകൾ നിങ്ങൾ തയ്യാറാക്കണം. നിങ്ങൾ വിളിക്കേണ്ടവരെ നിങ്ങൾ കൂടി വിളിക്കണം. അപ്പനോ അമ്മയോ കല്യാണത്തിന് മറ്റുള്ളവർ വിളിച്ചു എന്ന് കരുതി നിങ്ങൾ അവരെ നേരിൽ കാണുമ്പോൾ നിങ്ങൾ കൂടി അവരെ ക്ഷണിക്കണം. ഇപ്പൊ ചിലരെയൊക്കെ അപ്പനും അമ്മയും വിളിച്ചാൽ മതി, പക്ഷെ അപ്പോൾ തന്നെ നിങ്ങളും അപ്പനും അമ്മയും വിളിച്ചവരെ നിങ്ങളും കാണും. നിങ്ങൾ കാണുമ്പോൾ എന്ത് ചെയ്യണം? നിങ്ങളും നിങ്ങളുടെ വിവാഹത്തെ കുറിച്ച് അവരോട് പറയുകയും അവരെ വിവാഹത്തിന് ക്ഷണിക്കുകയും വേണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്ന പറയാം, ആ ചെറുക്കൻ, ആ പെൺകുട്ടി അവരുടെ കല്യാണത്തെ കുറിച്ച് ഒരു വാക്ക് പോലെ എന്നോട് മിണ്ടിയില്ല. എന്തൊരു ചെക്കനാണ്, എന്തൊരു പെണ്ണാണിത്, മര്യാദ പോലും ഇല്ലാത്ത, വകതിരിവില്ലാത്ത ചെറുക്കനും പെണ്ണുമാണ് എന്നൊക്കെ പറയാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ കടപ്പാടാണ്, അല്ലെങ്കിൽ അതൊരു സാമാന്യ മര്യാദയാണ്. ഇപ്പൊ ജനറൽ ആയിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് കരുതി, വിളിച്ചു എന്ന് കരുതി നിങ്ങൾക്ക് വ്യക്തിബന്ധങ്ങൾ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾക്ക് ഈ ആളുകളെ ആവശ്യമുണ്ട്. ആളുകളെ പിന്നെ അവരുടെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ആവശ്യമാണ്. അതുകൊണ്ട് നിങ്ങളും കൂടി കാണുമ്പോൾ, അവരെ നേരിട്ട് കാണുമ്പോൾ, ചേട്ടാ കല്യാണത്തിന്റെ കാര്യം അറിഞ്ഞില്ലേ, അങ്കിളെ, ആന്റി, അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങൾ എന്താണോ വിളിക്കുന്നത് അതിനനുസരിച്ച് ആളുകളെ വിളിച്ചിട്ട് കല്യാണം ഡാഡി അമ്മയോ അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ അപ്പച്ചനോ അമ്മച്ചിയും പപ്പ മമ്മിയും ഒക്കെ വിളിച്ചല്ലോ, ഈ ചേട്ടൻ വിളിച്ചല്ലോ, ചേച്ചി വിളിച്ചല്ലോ, നിങ്ങളെല്ലാവരും നേരത്തെ വരണം, അല്ലെങ്കിൽ ഏത് സമയത്താണോ അവർ വരേണ്ടത് അതിനനുസരിച്ച് പറയണം. അപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങളുടെ അനുഗ്രഹം വേണം കേട്ടോ, മറക്കരുത്, എല്ലാവരും കൂട്ടി വരണം, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും വരണം. എങ്ങനെയാണോ അവരെ വിളിക്കേണ്ടത് ആ വിളിക്കനുസരിച്ച് നിങ്ങൾ കൂടി പറയണം. അത് അവർക്ക് ഒത്തിരി സന്തോഷം നൽകും. നിങ്ങളെ കുറിച്ച് അവരുടെ ഉള്ളിൽ ഒരു സന്തോഷം ഉണ്ടാകും. നിങ്ങളെ മനസ്സുകൊണ്ട് അവിടെ വെച്ച് അനുഗ്രഹിക്കും. നല്ല കുട്ടി, നല്ല ആൺകുട്ടി, നല്ല പെൺകുട്ടി, ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ, നല്ല പെരുമാറ്റം, അത് തന്നെ നിങ്ങൾക്ക് ഒരു ഐശ്വര്യമായിട്ട് മാറും. ഓക്കെ, ഇനി ഡ്രസ്സ് എടുക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അത് നിങ്ങൾ പെൺകുട്ടിയുടെ വീട്ടുകാരും ആൺകുട്ടിയുടെ വീട്ടുകാരും ചെറുക്കന്റെ പെണ്ണിന്റെ വീട്ടുകാരും ഒരുമിച്ച് തീരുമാനിക്കണം. സ്ഥലം, ടെക്സ്റ്റൈൽസ്, കളറ്, വെഡിങ് സ്യൂട്ട്, ഇതൊക്കെ സ്വാഭാവികമായിട്ട് എല്ലാവരും ചിന്തിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ച് അധികം വിശദീകരിക്കുന്നില്ല. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അതുപോലെ വിവാഹവേദി, കല്യാണം നടത്തുന്നത്, പ്രസംഗിക്കേണ്ടത്, പാട്ട് പാടേണ്ടത്, സ്റ്റേജിൽ ഇരിക്കുന്നത്, ശുശ്രൂഷകളുടെ ഓർഡർ, ഇവയെല്ലാം സഭയിലെ പാസ്റ്ററുമായിട്ട് നിങ്ങൾ ചർച്ച ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വെഡിങ് പ്ലേസ്, who will solemnize your wedding, who will preach, choir, who all will sit on the stage, order of the service, all these plan with your pastor. Okay, അതുകൊണ്ട് എവിടെ നിങ്ങൾ കല്യാണം നടത്തും, കല്യാണം നടത്തുമ്പോൾ വിവാഹം എല്ലാവർക്കും അവിടെ എത്തിച്ചേരാൻ പറ്റുന്ന സ്ഥലമാണോ, വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ടോ, കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഒരു സ്ഥലമാണോ, ഇതൊക്കെ നിങ്ങൾ ഒരു സ്ഥലം എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഒരു കല്യാണ ശുശ്രൂഷ നടത്താൻ നിങ്ങൾ ഒരുങ്ങുമ്പോൾ ശ്രദ്ധിക്കണം. അതുപോലെ കല്യാണം നടത്തുന്നവരാണ്, അതിനെക്കുറിച്ച് നിങ്ങൾ അറിയണം. അതുപോലെ കല്യാണത്തിന് ആര് പ്രസംഗിക്കണം, അതൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. അല്ലെങ്കിൽ ആര് പ്രസംഗിക്കണം, ഇതൊക്കെ നിങ്ങൾക്ക് പാസ്റ്ററുമായിട്ട് സംസാരിക്കാം. അതുപോലെ പാട്ട് പാടേണ്ടത്, ഫയർ ഗ്രൂപ്പ്, അതുപോലെ സ്റ്റേജിൽ ആരൊക്കെ ഇരിക്കും, ശുശ്രൂഷകളുടെ ഓർഡർ, ഇതിനെക്കുറിച്ച് നിങ്ങൾക്കും ഒരു അവബോധം ഉണ്ടാകുകയും പാസ്റ്ററുമായിട്ട്, നിങ്ങളുടെ സഭാ ശുശ്രൂഷകരുമായിട്ട്, സഭയിൽ ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചർച്ച ചെയ്യണം, നിങ്ങൾ സംസാരിക്കണം. നിങ്ങളുടെ കല്യാണം വരിക എല്ലാം നിങ്ങൾ നടന്നോളും എന്ന് വിചാരിക്കരുത്. ഇനി
കഴിവും പ്രാപ്തിയും ഉള്ളതും നിങ്ങളുടെ കുടുംബത്തോട് ഏറ്റവും അടുത്ത് ഇടപഴകുന്നതുമായ കുടുംബാംഗങ്ങളെയോ സഭയിലെ സഹോദരി സഹോദരന്മാരെയോ ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കണം. ഡെലിഗേറ്റ് റെസ്പോൺസിബിലിറ്റീസ് ടു യുവർ ക്ലോസ് ഫാമിലി മെമ്പേഴ്സ്, ഫ്രണ്ട്സ് ഓർ ചർച്ച് മെമ്പേഴ്സ് ഹു ലവ് യു ആൻഡ് യുവർ ഫാമിലി. ഓക്കെ, നിങ്ങൾ തന്നെ എല്ലാ കാര്യം ചെയ്യാതെ ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ കഴിവും പ്രാപ്തിയുള്ള നിങ്ങളുടെ വീട്ടിൽ തന്നെ കുടുംബാംഗങ്ങളുണ്ട്. അങ്കിളുടെ മോന് അല്ലെങ്കിൽ ആന്റിയുടെ മോന് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ നിങ്ങളുടെ ഏറ്റവും അടുത്ത് ഇടപഴകുന്നതും ക്ലോസ് ആയിട്ടുള്ളതുമായ കുടുംബാംഗങ്ങളുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ട്, അല്ലെങ്കിൽ സഭയിലെ സഹോദരി സഹോദരന്മാരുണ്ട്. അവരോടൊക്കെ നിങ്ങൾ പറയുകയും അവരോട് ഇന്ന കാര്യങ്ങൾ നീ ചെയ്യണം എന്ന് പറഞ്ഞ് അവരെ ഏർപ്പാട് ചെയ്യുകയും ചെയ്യണം. അവരൊക്കെ നമ്മൾ ചെയ്തോളൂലോ എന്ന് വിചാരിക്കരുത്. നിങ്ങൾ ഇത് നിർബന്ധമായിട്ടും ഇത് നിങ്ങൾ ആളുകളോട് പറയണം, പറഞ്ഞ് ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യണം. അടുത്തത് പ്രിപ്പയർ എ ചെക്ക് ലിസ്റ്റ്. നിങ്ങൾ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കണം. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പേപ്പറിൽ നിങ്ങൾ എഴുതണം. വളരെ നിർബന്ധമാണ്. പേപ്പറിൽ ഈ കാര്യങ്ങളൊക്കെ എഴുതി വെക്കണം. A to Z കാര്യങ്ങൾ എഴുതണം. ഇത്രയും കാര്യങ്ങളാണ് വിവാഹത്തിന് തയ്യാറെടുക്കുമ്പോൾ ജനറൽ ആയിട്ട് വിവാഹത്തിന് മുമ്പ് നിങ്ങൾ ഒരുങ്ങേണ്ടതായിട്ട് ഉള്ള കാര്യങ്ങളായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇനി മറ്റൊരു ടോപ്പിക്കിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സമയമുണ്ട്. അത് നിങ്ങൾക്ക് പിന്നീട് നിങ്ങൾക്ക് നൽകുന്നതാണ്. സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതി വെക്കണം, പിന്നീട് നിങ്ങൾക്ക് ചോദിക്കാം. ഇനി ഞാൻ വേഗം ചില കാര്യങ്ങൾ കൂടി പറയട്ടെ. നമ്മുടെ മുന്നിൽ ഇനി 10 മിനിറ്റ് ആണുള്ളത്. ഞാൻ അതുകൊണ്ട് വേഗത്തിൽ ചില കാര്യങ്ങൾ പറയാം. എന്തിനാണ് വിവാഹം കഴിക്കുന്നത്? വൈ മാരേജ്? വൈ മാരി? എന്തിനാണ് വിവാഹം? യു ആർ മാരിങ്. അപ്പൊ ചിലർ കല്യാണം കഴിക്കുന്നത് നോക്കിയാൽ ഞാൻ ചില കാര്യങ്ങളുണ്ട്. വിവാഹ പ്രായം ആയതുകൊണ്ട് ചിലർ വിവാഹം കഴിക്കും. ഇറ്റ് ഈസ് ടൈം ടു ഗെറ്റ് മാരീഡ്, അതുകൊണ്ട് ഐ ഷുഡ് ഗെറ്റ് മാരീഡ്. അയ്യോ സമയം കടന്നു പോവാണ്, ഇനി എനിക്ക് പ്രായമായി, അതുകൊണ്ട് അങ്ങോട്ട് വിവാഹം കഴിച്ചേക്കാന്ന് വിചാരിച്ച് കല്യാണം കഴിക്കുന്നവരുണ്ട്. ചിലരെന്ത് ചെയ്യാണ്? ടു ഗെറ്റ് സം ഫിനാൻഷ്യൽ അപ്ലിഫ്റ്റ്മെന്റ്. അവർക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് പുരോഗതി ഉണ്ടാകണം, സാമ്പത്തിക നില മെച്ചപ്പെടാൻ. ഒരു പെൺകുട്ടീനെ കല്യാണം കഴിച്ചാൽ സാമ്പത്തിക ഭദ്രതയുള്ള ഒരു വീട്ടിൽ നിന്ന് ഒരു പെൺകുച്ചിനെ കല്യാണം കഴിച്ചാൽ സ്ത്രീധനം കിട്ടും. അപ്പൊ കടമൊക്കെ മാറ്റാം, പെങ്ങളെയൊക്കെ കല്യാണം കഴിപ്പിക്കാം. ഇങ്ങനെയുള്ള താല്പര്യത്തോടുകൂടി കല്യാണം കഴിക്കുന്നവരുണ്ടാകും. ഓക്കെ, അതുപോലെ ചിലർ സാമൂഹിക അംഗീകാരം കിട്ടുന്നതിന് വേണ്ടി, അതെ എനിക്ക് എങ്ങും പോകാൻ പറ്റുന്നില്ല, ഞാനൊരു പാസ്റ്ററാണ്, അപ്പൊ പാസ്റ്ററായ സ്ഥിതിക്ക് എല്ലാ വീട്ടുകളിലും പോകുന്നതിന് വേണ്ടി എനിക്ക് കല്യാണം കഴിക്കണം. അത് മാത്രം നമ്മുടെ ലക്ഷ്യം ആയിട്ട് കല്യാണം കഴിക്കരുത്. അപ്പൊ സാമൂഹിക അംഗീകാരം കിട്ടുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ ടു ഗെറ്റ് സോഷ്യൽ അക്സെപ്റ്റൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണോ നമ്മൾ വിവാഹം കഴിക്കുന്നത്? എന്തിനാണ് വിവാഹം കഴിക്കുന്നത്? ചിലർ പെങ്ങളെ കെട്ടിക്കാൻ പണമില്ല, അതുകൊണ്ട് ഇപ്പൊ കല്യാണം കഴിക്കുന്ന പെൺകുട്ടിയിൽ നിന്ന് കിട്ടുന്ന സ്ത്രീധനം കൊണ്ട് എന്റെ പെങ്ങളെ കല്യാണം കഴിപ്പിച്ചു വിടാം. ടു ഹെൽപ്പ് സിസ്റ്റർ ടു ഗെറ്റ് മാരീഡ്. ഓക്കെ, പ്രായമായ അമ്മയെ അപ്പനെ സഹായിക്കാൻ ചിലർ അങ്ങനെയുള്ള വിവാഹം കഴിക്കുന്നത്. ടു ഹെൽപ്പ് ദ പാരന്റ്സ് ഹു ആർ ഏജ്ഡ്. പ്രായമായ അപ്പനെയും അമ്മയും കല്യാണം കഴിക്കാൻ അപ്പനെയും അമ്മയെയും സഹായിക്കാൻ. അവര് പ്രായമായി, ഇനി അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് അവരെ നോക്കാൻ ഒരാൾ വേണം, അതിനുവേണ്ടി കല്യാണം കഴിക്കുന്നവരുണ്ട്. ഓക്കെ, വേറെ ചിലർ അവരുടെ കുടുംബ പേര് അല്ലെങ്കിൽ തലമുറ നിലനിർത്താൻ, ടു കീപ് ദ ഫാമിലി നെയിം, പെർഹാപ്സ് സം ചിൽഡ്രൻ. ചിലര് അങ്ങനെയാണ്, അതിന്റെ ഉദ്ദേശത്തോടെയാണ് കല്യാണം കഴിക്കുന്നത്. ചിലര് ലീഗൽ ആയിട്ടുള്ള സെക്ഷൽ ബന്ധത്തിൽ ഏർപ്പെടാൻ, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ, മറ്റ് അധാർമികമായിട്ട് പോകാനായിട്ട് പറ്റില്ല, പക്ഷെ എനിക്ക് ഭയങ്കര സെക്ഷൽ ഡിസയർ ആണ്, അപ്പൊ അതുകൊണ്ട് ലീഗലി കല്യാണം കഴിച്ചിട്ട് ആ ലീഗലി ആയിട്ട് സെക്ഷൽ ആയിട്ട് എനിക്ക് ബന്ധപ്പെടാമല്ലോ, അപ്പൊ അതുകൊണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടി മാത്രം കല്യാണം കഴിക്കുന്നവരും ഉണ്ട്. ചില ആളുകൾ കല്യാണം കഴിക്കുന്നത് വിദേശത്ത് പോകാൻ വേണ്ടിയിട്ടാണ്, ടു ഗോ അബ്രോഡ് ആൻഡ് ഗെറ്റ് സം കൈൻഡ് ഓഫ് സെറ്റിൽമെന്റ്. ഇപ്പൊ വിദേശത്തൊക്കെ പോകണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട്, അങ്ങനെ വിദേശത്ത് പോയി ജീവിക്കാനൊക്കെ താല്പര്യമുള്ളതുകൊണ്ട് നേഴ്സിനെയൊക്കെ കല്യാണം കഴിച്ചേക്കാം എന്ന് കരുതി അങ്ങനെ നേഴ്സിനെയോ ജോലിക്കാരി പെൺകൊച്ചിനെയൊക്കെ കല്യാണം കഴിച്ച് അങ്ങനെ കല്യാണം കഴിച്ച് പോകുന്നവരുണ്ട്. അപ്പൊ അവർക്ക് അവിടെ മറ്റ് താല്പര്യങ്ങളൊന്നും അവർക്ക് ഉണ്ടാകില്ല. അവർക്ക് സൗന്ദര്യം പ്രശ്നമല്ല, മറ്റൊന്നും പ്രശ്നമല്ല, ഏജ് പ്രശ്നമല്ല, ഇതൊന്നും അവർക്ക് പ്രശ്നമല്ല. അവരാകെ നോക്കുന്നത് പെൺകൊച്ചിന് ജോലിയുണ്ടോ, വിദേശത്ത് പോകുന്ന പെൺകുട്ടിയാണ്. ഓക്കെ, അപ്പൊ ഇത് മാത്രമൊക്കെ ഉദ്ദേശിച്ച് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ധാരാളം പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇത് മാത്രം ആകാൻ പാടില്ല എന്നുള്ളതും കൂടിയാണ് ഈ ചിന്തയിലൂടെ പങ്കുവെക്കുന്നത്. ഇനി ചിലര് കല്യാണം കഴിക്കുന്ന എന്തിനാ? വീട്ടുകാർ നിർബന്ധിക്കുകയാണ്. എല്ലാവരും, എടാ നീ കല്യാണം കഴിക്കല്ലേ, കൂട്ടുകാരും വീട്ടുകാരും നാട്ടുകാരൊക്കെ ചോദിക്കാണ്, എടാ കല്യാണമായില്ലേ അല്ലെങ്കിൽ എടി കല്യാണമായില്ലേ എന്ന് ചോദിച്ച് കേട്ട് നിങ്ങൾ മടുത്തു. അപ്പൊ അവരെയൊക്കെ ഒന്ന് സംതൃപ്തപ്പെടുത്തണം. അപ്പൊ അവരുടെ ആ ചോദിക്കൽ നിർത്തണം. അതിനുവേണ്ടി
അവരുടെയൊക്കെ നിർബന്ധം കൊണ്ട് കല്യാണം കഴിക്കുന്നവരുണ്ട്, ബിക്കോസ് ഓഫ് ദി ഫാമിലി പ്രഷർ. പിന്നെ വേറെ ചിലർക്ക് കൂടെ കിടക്കാൻ ഭക്ഷണം വെച്ച് തരാൻ, തുണി അലക്കി തരാൻ, നീഡ് സമ്മൺ ടു ലൈവ് വിത്ത്, ടു കുക്ക് ഫുഡ് ആൻഡ് വാഷ് ക്ലോത്ത്സ്. അങ്ങനെയും ചിലര് താല്പര്യത്തോടെ കല്യാണം, എനിക്ക് ഇതൊന്ന് കുക്ക് ചെയ്യാൻ വയ്യ, തുണി അലക്കാൻ വയ്യ, ഇത്രയും നാൾ അമ്മ ഉണ്ടായിരുന്നു, അപ്പൊ അമ്മ മരിച്ചുപോയി, അല്ലെങ്കിൽ അമ്മയ്ക്ക് പ്രായമായി, അപ്പൊ ഇനി എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു തരുന്ന ഒരാൾ വേണം. അപ്പൊ അതുകൊണ്ട് ആ ലക്ഷ്യത്തോടു കൂടി വിവാഹം കഴിക്കുന്നവരും ഉണ്ട്. പിന്നെ ചിലർ വിവാഹം കഴിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ചിലരോട് അങ്ങ് സഹതാപം തോന്നുകയാണ്, അവരെ അങ്ങ് സഹായിക്കാൻ വേണ്ടി. വേറെ ആരും അവരെ കെട്ടാനില്ല, അല്ലെങ്കിൽ കെട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഫീലിംഗ് സിമ്പതറ്റിക് അബൌട്ട് ദ സിറ്റുവേഷൻ ഓഫ് ദാറ്റ് പേഴ്സൺ. നോ വൺ വിൽ മാരി ഹിം ഓർ ഹെർ, സോ ഡിസൈഡിങ് ടു ഗീവ് എ ലൈഫ്. ഞാൻ അവൾക്ക് ഒരു ജീവിതം കൊടുക്കുകയാണ്, ഞാൻ അവനൊരു ജീവിതം കൊടുക്കുകയാണ്. അവളെ വേറെ ആരും കെട്ടാനില്ല, അവന് വേറെ ആരും കിട്ടാനില്ല. അപ്പൊ അവരുടെയൊക്കെ ജീവിത സാഹചര്യം കൊണ്ട് സിമ്പതിയും കൊണ്ട് കല്യാണം കഴിക്കുന്നവരും ഉണ്ട്, അങ്ങനെ വിവാഹം കഴിക്കുന്നവരും ഉണ്ട്. പിന്നെ ഒരു കാരണമാണ് എന്താണെന്നറിയാമോ? എന്തോ കാരണത്താൽ ഇഷ്ടമാണെന്ന് പറഞ്ഞു, ഇനി ഊരിപ്പോരാൻ നിവൃത്തിയില്ല. ഓക്കെ, ഒരു കമ്മിറ്റ്മെന്റ് ആയി പോയി, വാക്ക് കൊടുത്തു പോയി. സം ഡേ ഫോർ സം റീസൺ സെഡ് ഐ ലവ് യു ആൻഡ് ലവ് ടു ഗെറ്റ് മാരി വിത്ത് യു, ബട്ട് നൗ ഡോണ്ട് വാണ്ട്, ബട്ട് നൗ നോ വേ ടു എസ്കേപ്പ്. ഊരിപ്പോരാൻ, രക്ഷപ്പെടാൻ നിവൃത്തിയില്ല. അപ്പൊ പറഞ്ഞ വാക്കിന്റെ പേരില് ഞാൻ വാക്ക് കൊടുത്തു പോയി എന്നുള്ളത് കൊണ്ട് കല്യാണം കഴിക്കുന്നവരും ഉണ്ട്. ചിലര് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും, ടു ലവ് ആൻഡ് ടു ബി ലവ്ഡ്, അപ്പൊ അങ്ങനെ അവര് ആ ചിന്തയോട് വിവാഹം കഴിക്കുന്നവരുണ്ട്. നിങ്ങൾ എന്തിനാണ് വിവാഹം കഴിക്കുന്നത്? വൈ ഡു യു വാണ്ട് ടു ഗെറ്റ് മാരീഡ്? അതാണ് നിങ്ങളോടുള്ള ചോദ്യം. ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളോട് ചോദിക്കുക, ഈ പറഞ്ഞ ഏതെങ്കിലും കാരണങ്ങളിൽ, ഞാൻ ഏകദേശം എത്ര നമ്പർ ഇടാൻ വിട്ടു, കുറെ കാരണങ്ങൾ പറഞ്ഞു, ഇതിൽ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ നിങ്ങൾ വിവാഹം കഴിക്കുന്നത്? ഇതിൽ ഏതെങ്കിലും കാരണങ്ങൾ അതിൽ തന്നെ തെറ്റാണ് എന്ന് പറയാനായിട്ട് നിവൃത്തിയില്ല. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ളതും ഒക്കെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ഒരു കാരണമോ അല്ലെങ്കിൽ അതിനു വേണ്ടി മാത്രമോ കല്യാണം കഴിക്കുമ്പോഴാണ്, വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴാണ് അതൊരു പോരായ്മയായി മാറുന്നത്. എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിവാഹവുമായിട്ട്, ജീവിത പങ്കാളിയുമായിട്ട് ആകുമ്പോൾ നമുക്ക് സംഭവിക്കാവുന്നത് തന്നെയാണ്, സംഭവിക്കുന്നതാണ്. പക്ഷെ നിങ്ങൾ എന്തിനാണ് വിവാഹം കഴിക്കുന്നത് എന്നൊരു ചോദ്യം നാം ഓരോരുത്തരും നമ്മളോട് ചോദിക്കും. വിവാഹത്തിന്റെ പരമപ്രധാനമായ ഉദ്ദേശം എന്താണ്? നമ്മൾ ഈ ക്ലാസ്സുകളൊക്കെ എടുക്കുന്നത് വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിലാണ്, വേദപുസ്തകത്തിന്റെ പഠിപ്പിക്കലുകളുടെ വെളിച്ചത്തിലാണ്. അപ്പോ വാട്ട് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പർപ്പസ് ഓഫ് മാരേജ്? അതെന്താണെന്ന് അറിയണമെങ്കിൽ ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. വിവാഹത്തിന്റെ പരമപ്രധാനമായ ഉദ്ദേശം എന്താണെന്ന് നാം മനസ്സിലാക്കിയാൽ നമ്മുടെ പല ചോദ്യങ്ങൾക്കും ഉത്തരം സാധ്യമാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്തിനാണെന്നും അവന് സ്ത്രീ എന്ന നിലയിലുള്ള ഒരു ജീവിത പങ്കാളിയെ നൽകിയത് എന്തിനാണെന്നും നാം തിരിച്ചറിഞ്ഞാൽ വിവാഹത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഞാനത് ഒരു ഡെഫിനിഷൻ എന്റേതായ നിലയിൽ എൻ്റെ വായനയുടെയും ഒക്കെ വെളിച്ചത്തിൽ ഞാൻ തന്നെ ഓർത്തുണക്കിയ ഒരു നീണ്ട കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ് ഉണ്ട്. അത് നിങ്ങളൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഓക്കെ, അപ്പൊ അത് നിങ്ങളൊന്ന് കേൾക്കുക, വിവാഹത്തിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളത്. അപ്പൊ ഇത് ഞാൻ തന്നെ എഴുതിയതാണ്, പക്ഷെ എൻ്റെ ഒരു വായനയുടെ ഭാഗമായിട്ടും അതെല്ലാം കോർത്തിണക്കിക്കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ ഒന്നാണ്. അപ്പൊ നോക്കണം, രണ്ട് വ്യത്യസ്ത വ്യക്തികളെ, വേദപുസ്തകത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു പുരുഷനെയും ഒരു സ്ത്രീയെയും, വേദപുസ്തകത്തിൽ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വിവാഹം പാപമായിട്ടും അനുവദനീയമല്ലാത്തതുമായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. വേദപുസ്തകം അനുവദിക്കുന്നത് ഒരു പുരുഷനും ഒരു സ്ത്രീയും. അപ്പോൾ രണ്ട് വ്യത്യസ്ത വ്യക്തികൾ എന്ന് പറയുമ്പോൾ ഒരു പുരുഷനും ഒരു സ്ത്രീയെയും തമ്മിൽ ദൈവം തന്നെ സംയോജിപ്പിച്ച് ഒന്നാക്കി തീർക്കുകയും അങ്ങനെ ഒന്നായ അവര് പരസ്പരം പങ്കാളികളായി തമ്മിൽ ശാരീരികവും വൈകാരികപരമായും സാമൂഹ്യപരമായും ബുദ്ധിപരമായും ആത്മീയമായും സംതൃപ്തപ്പെടുത്തുകയും അവർ രണ്ടുപേരും ഒന്നായി നിന്നുകൊണ്ട് സൃഷ്ടിയിൽ ദൈവം അവരെ കുറിച്ച് ലക്ഷ്യമിട്ടത് എന്താണ് അത് ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും അവരാൽ കഴിയുന്ന വിധത്തിൽ ദൈവത്തെ സേവിക്കുക എന്നുള്ളതാണ് ഒരു സ്ത്രീ പുരുഷ സംയോജനത്തിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത്. ഇംഗ്ലീഷിലൂടെ വായിക്കാം. Two different individuals, according to the Bible, a man and a woman are brought together and united together by God, and thus they two become one flesh, accomplishing the purpose of God in creation between both of them and God.
It includes physical, mental, social, intellectual, and spiritual satisfaction of each other. ഇതൊരു വലിയ സെന്റൻസ് ആണ്. ഞാനത് നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്സാപ്പിലൂടെ ആ ഭാഗങ്ങൾ നിങ്ങൾക്ക് നൽകാം. അപ്പോൾ ദൈവികമായ ലക്ഷ്യങ്ങളുടെ പൂർത്തീകരണം, ആ പൂർത്തീകരണത്തിന് ദൈവം രൂപകൽപ്പന ചെയ്ത ഏറ്റവും മനോഹരമായ സവിശേഷമായ ഒരു സംവിധാനമാണ് വിവാഹവും കുടുംബജീവിതം. അതില് പരസ്പരം ശാരീരികമായിട്ടും വൈകാരികപരമായിട്ടും ഫിസിക്കലി, മെന്റലി, സോഷ്യലി, ഇന്റലക്ച്വലി ആൻഡ് സ്പിരിച്വലി you are accomplishing the purposes of God and you are satisfying one another. പരസ്പരം നിങ്ങൾ സംതൃപ്തരാക്കി ചെയ്തുകൊണ്ട് നിങ്ങൾ ആ സൃഷ്ടിയിൽ ദൈവം നിങ്ങളെ കുറിച്ച് എന്താണ് ഉദ്ദേശിച്ചത് അത് പൂർത്തീകരിക്കുകയാണ്. ദൈവത്തോടും മനുഷ്യരോടും സമൂഹത്തോടുള്ള ബന്ധത്തിൽ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വിവാഹിതരാകുന്നത്. അതാണ് വിവാഹം. പുരുഷനും സ്ത്രീയും തമ്മിൽ ഒരുമിച്ചാകണം എന്നുള്ളത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇപ്പോൾ സമയം 9:01. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതിനുശേഷം നമ്മൾ അവസാനിപ്പിക്കും. തുടർന്നുള്ള വിഷയങ്ങൾ നാളെ എടുക്കുന്നതാണ്. എന്തുകൊണ്ടാണ് ചിലർ വിവാഹം കഴിക്കാൻ താല്പര്യപ്പെടാത്തത്? അതുകൊണ്ട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. Why some do not want to get married? ചില ആളുകൾക്ക് വിവാഹം കഴിക്കാൻ പേടിയാണ്, വിവാഹത്തിന് താല്പര്യമില്ല അവർക്ക്. എന്താണ് അതിന്റെ കാരണങ്ങൾ? ചിലർക്ക് പല വിധത്തിലുള്ള ഭയമാണ്, ഫിയർ ഓഫ് മെനി കൈൻഡ്സ്. ആ ഭയങ്ങളിൽ ചിലതാണ് കരിയർ നഷ്ടപ്പെടുന്നു എന്നുള്ള ഭയം, ഫിയർ ഓഫ് ലൂസിങ് ദ കരിയർ. ചില ആളുകൾക്ക് ഭയങ്കര കരിയർ ഓറിയന്റഡ് ആണ് അവർ. അവർക്കിടെ ജോലി നഷ്ടപ്പെടും, അവർക്ക് പലതും അവർക്ക് ജോലി ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് കല്യാണം കഴിച്ചാൽ ജോലിക്ക് പോകാൻ പറ്റില്ല എന്നുള്ള ചിന്ത കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ അവർ ആഗ്രഹിക്കുന്ന ജോലി ചെയ്യാൻ പറ്റില്ല എന്നുള്ള ചിന്ത കൊണ്ടോ ഒക്കെ വിവാഹം കഴിക്കാൻ താല്പര്യപ്പെടാത്ത ആളുകളുണ്ട്. ഓക്കെ. പിന്നെ വേറെ ചിലർക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനെ കുറിച്ചുള്ള അകാരണമായ ഭയങ്ങളുള്ളവരുണ്ട്. അവർക്ക് പേടിയാണ്, മിസ്കൺസെപ്ഷൻസ് ആൻഡ് ഫിയർ അബൌട്ട് സെക്സ് ആൻഡ് സെക്ഷൽ മാറ്റേഴ്സ്. അപ്പോൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനെ കുറിച്ച് പൊതുവെ സ്ത്രീകൾക്കാണ് ആ ഭയം. അവർക്ക് അകാരണമായ ഭയമാണ്. അവര് ചിലപ്പോൾ ആരിൽ നിന്ന് കേട്ടത് കൊണ്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും അവരുടെ സ്വന്തം ചിന്തകൾ കൊണ്ടോ ഒക്കെ ഉള്ള അകാരണമായ ഭയങ്ങൾ. ഈ ക്ലാസ്സുകൾ കൊണ്ടൊക്കെ അത് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് പലതും ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അകാരണമായ മിസ്കൺസെപ്ഷൻസ് ആൻഡ് ഫിയർ അബൌട്ട് സെക്സ് ആൻഡ് സെക്ഷൽ മാറ്റേഴ്സ്, അത് ഭയപ്പെട്ടുകൊണ്ട് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല. പിന്നെ വേറെ ചിലരെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ ജീവിത പങ്കാളി, ഭാര്യ ഭർത്താവ് എന്ന ആശയം, വിശ്വാസം, ധാർമ്മിക ബോധം, സാമൂഹിക വ്യവസ്ഥിതി ഇവയോടുള്ള വിയോജിപ്പ്. ചിലർക്ക് ഈ വിവാഹം എന്ന് പറയുന്നതും കുടുംബജീവിതം എന്ന് പറയുന്നത് അവർക്ക് ഈ ആശയത്തോടും വിശ്വാസത്തോടും ഒന്നും അവർക്ക് താല്പര്യമില്ല. ഡിസഗ്രിമെന്റ് ഓൺ ഹാവിംഗ് വൺ ലൈഫ് പാർട്ട്ണർ അറ്റ് എ ടൈം. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് മനുഷ്യന്റെ ഒരു എന്താ പറയാ ഓക്സിജൻ പോലെ ആവശ്യമായ കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്കൊരു സെക്ഷൽ ഡിസയർ ഉണ്ടായാൽ അതിന് നിങ്ങൾക്ക് ഒരു ഭാര്യ വേണമെന്ന നിർബന്ധം, അതിന് മറ്റൊരാൾ നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ അത് നിർവഹിക്കാനായിട്ട് നിങ്ങൾക്കൊരു ഒബ്ജക്റ്റ് വേണം, അത് നിറവേറ്റാൻ നിങ്ങൾക്കൊരു ഒബ്ജക്റ്റ് വേണം. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അത് മാത്രം മതി, അതൊക്കെ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ, നിങ്ങൾ വിവാഹം കഴിക്കണം എന്തിനാണ്? ലിവിങ് ടുഗദർ, ഒരു കമ്മിറ്റ്മെന്റിലേക്കൊക്കെ വരേണ്ട ആവശ്യമുണ്ടോ? ഇഷ്ടമുള്ളപ്പോൾ ഒന്ന് പിരിയണമെന്ന് തോന്നി കഴിഞ്ഞാൽ എന്തെല്ലാം നൂലാമാലകളാണുള്ളത്, നിയമങ്ങളും നൂലാമാലകളും. മറ്റേതും ഒരുമിച്ച് ജീവിക്കുന്നു, ഏതെങ്കിലും സമയത്ത് വേണ്ടാന്ന് വെച്ചാൽ പോകാവുന്നു, അല്ലെങ്കിൽ ആർക്കെങ്കിലും പരസ്പര സമൂഹത്തോടെ പല ബന്ധങ്ങളിൽ ഏർപ്പെടുന്നു. ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന കുറെ ആളുകളുണ്ട്, ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഇത് വേദപുസ്തകത്തിന്റെ ധാർമ്മികവും ആത്മീയവും ആയിട്ടുള്ള എല്ലാ നിയമങ്ങളോടും വ്യവസ്ഥകളോടും എതിരായിട്ടുള്ള ഒരാശയമാണ്. അത് വഷളത്വമാണ്, അത് ദൈവത്തിനെതിരെയുള്ള പാപമാണ് എന്ന് വേദപുസ്തകം പറയുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ചിന്ത വെച്ച് പുലർത്തുന്ന ആളുകൾ വിവാഹത്തോട് അവർ എതിരാണ്. വേറെ ചിലർ വിവാഹ ജീവിതം വിജയിക്കുമോ എന്ന ഭയമാണ്. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ജയിക്കുമോ? ദ ഫിയർ ഓഫ് ഫെയിലിയർ ഇൻ ഫാമിലി ലൈഫ്. ചിലപ്പോൾ അവരുടെ മാതാപിതാക്കളുടെ ജീവിതം പരാജയം ആയി അവർ കണ്ടിട്ടുണ്ടാകാം. അവരുടെ ചേച്ചി, സഹോദരൻ അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവരെ ഇവരൊക്കെ വിവാഹം കഴിച്ചിട്ട് വിവാഹ ജീവിതം പരാജയമാണ്. അപ്പോൾ അവർക്കും അതിനെക്കുറിച്ചൊരു ശുഭാപ്തി വിശ്വാസമില്ല, അല്ലെങ്കിൽ നല്ല കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ട് അവർക്ക് വിവാഹം കഴിക്കാൻ ഭയമാണ്. വേറെ ചിലർക്ക് എന്താണെന്ന് അറിയാമോ? വിവാഹം കഴിക്കാൻ പേടി, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനുള്ള ഭയം. എനിക്ക് എന്റെ കാര്യം തന്നെ നോക്കാൻ വയ്യ, പിന്നെ എന്തിനാണ് മറ്റൊരാളെ കൂടി വഴിയാധാരാക്കുന്നതാണ് ചിലർ. ദ ഫിയർ ഓഫ് ടേക്കിംഗ് അപ്പ് റെസ്പോൺസിബിലിറ്റീസ്. അപ്പൊ അവരിങ്ങനെ ഒറ്റയാനായിട്ട് ജീവിക്കുന്നതിലാണ് അവർക്ക് താല്പര്യം. അപ്പൊ
അപ്പൊ അവർക്ക് മറ്റൊരാളുടെ ഉത്തരവാദിത്തം കൂടെ ഏറ്റെടുക്കാൻ പോയാൽ, ഒരാൾ കല്യാണം കഴിച്ച എന്തെല്ലാം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണം, ആ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ അവർക്ക് താല്പര്യമില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ചിലര് വിവാഹം കഴിക്കുന്നില്ല. സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമോ എന്ന ഭയം, ദ ഫിയർ ഓഫ് ലൂസിങ് ഫ്രീഡം. അല്ലെ, ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾ സമയത്തിന് വീട്ടിൽ വരണം, നിങ്ങൾ ഡിസിപ്ലിൻ ഉണ്ടാകണം. ഇതൊക്കെ നിങ്ങൾക്ക് ചെറിയ ചെറിയ സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോ ഭാര്യ എവിടെ പോകുന്നതെന്ന് ഭാര്യയോട് പറയണം, അല്ലെങ്കിൽ ഭർത്താവിനോട് പറയണം, അല്ലെങ്കിൽ കണക്ക് കൊടുക്കണം, പച്ചക്കറി മേടിച്ചുകൊണ്ട് വരണം, അല്ലെങ്കിൽ നിങ്ങൾ പല പല കാര്യങ്ങൾ വീട്ടിലെ ഉത്തരവാദിത്തങ്ങളിൽ ഏർപ്പെടേണ്ടതായിട്ടുണ്ടാകും. അപ്പൊ ഇതൊക്കെ ഭയങ്കര അടിമത്വമായിട്ട് തോന്നുന്നവരുണ്ട്. അപ്പോ ഫിയർ ഓഫ് ലൂസിങ് ഫ്രീഡം എന്നുള്ളത് കൊണ്ട് ചില ആളുകള് വിവാഹം കഴിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഓക്കെ. വേറെ ചിലർക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പരമ്പരാഗതമായി വിവാഹ ശൈലിയോടുള്ള വിയോജിപ്പ്, ഡിസഗ്രിമെന്റ് വിത്ത് ദ ട്രഡീഷണൽ കൺസെപ്റ്റ് ഓഫ് മാരേജ്. അവർക്ക് ഇങ്ങനെ നമ്മൾ പരമ്പരാഗതമായിട്ട് വിവാഹം കഴിക്കുക, കുടുംബജീവിതം നയിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളോടൊക്കെ എതിർപ്പുള്ളത് കൊണ്ട് വിവാഹം എന്ന കൺസെപ്റ്റിനോട് തന്നെ വിയോജിപ്പുള്ളവരുണ്ട്. പിന്നെ ജോലിയില്ല, പണമില്ല, വീടില്ല, നോ ജോബ്, നോ മണി, നോ ഹൗസ്. അപ്പൊ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് വിവാഹം കഴിക്കില്ല, അങ്ങനെ ഒരു ചിന്ത. അപ്പൊ അത് മാത്രം കൺസിഡർ ചെയ്തുകൊണ്ട് വിവാഹം കഴിക്കാത്തവരും ഉണ്ട്. പിന്നെ വേറെ ചിലർക്ക് ഫാമിലി മെമ്പേഴ്സ് ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഓൺ മൈ മാരേജ്. അതാണ് അവരുടെ, അതൊരു പരാതിയാണ്. വീട്ടുകാർക്ക് എന്നെ വിവാഹം കഴിപ്പിച്ചു വിടാൻ താല്പര്യമില്ല, എനിക്ക് ആ താല്പര്യമാണ്, പക്ഷെ വീട്ടുകാർക്ക് താല്പര്യമില്ല, അതുകൊണ്ട് വിവാഹം കഴിക്കാതെ നിൽക്കുന്നവര് ഉണ്ട്. സ്ത്രീധനം കൊടുക്കാൻ പണമില്ല, നോ മണി ഫോർ ഡൗറി. അപ്പൊ അതുകൊണ്ട് അങ്ങനെയും വിവാഹം കഴിക്കാതെ നിൽക്കുന്നവര് ഉണ്ട്. ഇനി ഡിൻ ഫൈൻഡ് എ ഗേൾ ഓർ ബോയ് ഓഫ് മൈ ഡ്രീം. സ്വപ്നത്തിലെ പെണ്ണിനെ അല്ലെങ്കിൽ ചെക്കനെ ഇതുവരെ കണ്ടില്ല. അതിൽ സൗന്ദര്യം, പണം, വിദ്യാഭ്യാസം, കുടുംബമഹിമ, നിറം, മുടി, ചുണ്ട്, ശരീരം, നെറ്റി, പല്ല്, കാല്, കൈ, കണ്ണ്, മൂക്ക്, ശബ്ദം, കഴിവ്, പൊക്കം, മണ, ഇങ്ങനെ എന്തൊക്കെയുണ്ടോ സ്വപ്നലോകത്തെ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ആൺകുട്ടി, ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ചെറുപ്പക്കാരൻ, ഇത് ഇങ്ങനെ ഭാവന കണ്ടിട്ട്. അപ്പൊ ഇവര് പെണ്ണ് കാണാൻ പോയാലോ ചെക്കൻ കാണാനോ വന്നാലോ ഇവർക്ക് ആരും ഇഷ്ടപ്പെടില്ല. കാരണം അവരുടെ ഭാവനയില് ഇതുവരെയും ആ ചെറുക്കൻ അവരെ തേടി വന്നിട്ടില്ല, ആ പെണ്ണിനെ അവർ കണ്ടിട്ടില്ല. അപ്പൊ അവരിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും, ജീവിതം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ അങ്ങനെ ഇങ്ങനെ തള്ളി തള്ളി മുന്നോട്ട് നീക്കുന്നവരുണ്ട്. ഒരു പെർഫെക്റ്റ് അവരുടെ സ്വപ്നത്തിലെ ഒരു കുട്ടിയെ അല്ലെങ്കിൽ ഒരു പങ്കാളിയെ കണ്ടെത്തുന്നത് വരെ. പിന്നെ സ്വന്തം മാതാപിതാക്കളുടെയും മറ്റുള്ളവരുടെ കുടുംബരാജ്യം, അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. സീയിങ് ദ ഫെയിലിയേഴ്സ് ഓഫ് അതേഴ്സ് മാരീഡ് ലൈഫ്. അപ്പൊ അത് ചിലപ്പോൾ കാരണമാകാം. പിന്നെ എനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട്, പക്ഷെ സഹോദരന്റെയും സഹോദരിയുടെയും വിവാഹം, ഐ ആം ഇൻട്രസ്റ്റഡ് ബൈ മൈ ബ്രദർ ഓർ സിസ്റ്റർ ഈസ് യെറ്റ് വെയിറ്റിംഗ്. ഓക്കെ. ചിലപ്പോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാകും, പക്ഷെ സഹോദരനോ സഹോദരിയോ വിവാഹം ഇതുവരെ കഴിക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് കഴിക്കാൻ ഒരു മാനസിക ബുദ്ധിമുട്ട്, അങ്ങനെ വിവാഹം കഴിക്കാതെ വെയിറ്റ് ചെയ്യുന്നവര് ഉണ്ട്. പിന്നെ ചില ആളുകൾക്ക് വിവാഹം കഴിക്കാൻ ഇഷ്ടമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളോടോ അല്ലെങ്കിൽ പുരുഷന്മാരോടുള്ള വിരോധം, എ കൈൻഡ് ഓഫ് ഹേറ്റഡ്നെസ് ടുവേർഡ് വുമൻ ഓർ മെൻ. ചില പുരുഷന്മാർക്ക് സ്ത്രീകളോട് ഭയങ്കര വിരോധമാണ്, അതുകൊണ്ട് കല്യാണം കഴിക്കില്ല. അതുപോലെ ചില സ്ത്രീകൾക്ക് പുരുഷന്മാരോട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കുറെ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള അപൂർവം ചില ആളുകളുണ്ട്. അതുകൊണ്ട് അവർക്ക് പുരുഷാധിപത്യം അല്ലെങ്കിൽ സ്ത്രീകളോടുള്ള സഹവാസം എന്നൊക്കെ പറയുന്നത് അവർക്ക് എന്തൊക്കെയോ ഡിഗ്നിറ്റിയുടെ പ്രശ്നമായിട്ടും അവരുടെ അന്തസ്സിനെ ബാധിക്കുന്നതും അവരുടെ പേഴ്സണാലിറ്റിയെ ബാധിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ചിന്തകൾ കൊണ്ട് കുറെ ആളുകൾ അങ്ങനത്തെ കുറെ ചിന്തകൾ കൊണ്ട് വിവാഹം കഴിക്കാതെ ജീവിക്കുന്നവര് ഉണ്ട്. പിന്നെ ചില ആളുകൾക്ക് കുട്ടികളോട് താല്പര്യമില്ലായ്മ. വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, ഉണ്ടാകണം എന്നുള്ളതും ഒക്കെയുള്ള താല്പര്യങ്ങളുണ്ട്. അപ്പൊ ചിലർക്ക് അതിന് താല്പര്യമില്ല. അപ്പൊ അങ്ങനെ കുട്ടികളോട് താല്പര്യമില്ലാതെ ഉള്ള ഒരാളെ കണ്ടെത്തിയിട്ടില്ല ഇതുവരെ. അപ്പൊ അങ്ങനെയുള്ള താല്പര്യങ്ങളും ചിന്തകളൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അവർ വിവാഹം കഴിക്കാതെ തുടരും. പിന്നെ ചിലർക്ക് സന്യസ്ത ജീവിതത്തോടുള്ള താല്പര്യമാണ്, ഇൻട്രസ്റ്റഡ് ഇൻ സെലിബസി. അവർക്ക് വിവാഹം കഴിക്കാതെ ജീവിക്കാനാണ് അവരുടെ ജീവിതത്തിന്റെ താല്പര്യം. അവരതിനു വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. അവര് സെലിബ്രേറ്റ് ചെയ്യുന്ന താല്പര്യം. അവരുടെ വിവാഹ ജീവിതത്തിൽ അവർക്ക് ഒരു പ്രശ്നമല്ല. അവർക്ക് അവരുടെ ഓപ്പോസിറ്റ് സെക്സിലുള്ളവരെ കണ്ടാൽ ഒരു വിചാരവും ഇല്ല. അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് വൈകാരികമായിട്ടുള്ള ഒന്നും തോന്നാറില്ല. കാരണം അവർക്ക് അതിനോട് താല്പര്യമില്ല, അല്ലെങ്കിൽ അത് അവര് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളവരും ആ ഗിഫ്റ്റ് കിട്ടിയവരുമാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നവർ വിവാഹം കഴിക്കാതെ മുന്നോട്ട് പോകും. പിന്നെ വേറെ ചിലർക്ക് അമിത ആത്മീയതയുണ്ട്. കുടുംബജീവിതം ആത്മീയതയെ ബാധിക്കുമോ എന്ന ചിന്തയും ഭയമുള്ളവരുണ്ട്. ഫിയർ ഓഫ് സ്പിരിച്വൽ ബാങ്ക്രപ്സി. അപ്പൊ ചിലര് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ നല്ല ആത്മീയ ജീവിതം നയിക്കാൻ പറ്റില്ല, എന്റെ ദൈവമായിട്ടുള്ള ബന്ധത്തിന് അത് പ്രശ്നം ഉണ്ടാകും,
അങ്ങനെയൊക്കെയുള്ള ചിന്ത ഉള്ളത് കൊണ്ടും, അല്ലെങ്കിൽ എനിക്ക് സുവിശേഷ പ്രവർത്തനം ചെയ്യാൻ പറ്റില്ല, എനിക്ക് ആഗ്രഹിക്കുന്നത് പോലെ കർത്താവിന്റെ വേലയിൽ പ്രയോജനം ചെയ്യാൻ പറ്റില്ല, ഓടി നടന്നൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് വിവാഹം കഴിക്കാനൊക്കെ താല്പര്യമുണ്ട്, പക്ഷെ ബാധ്യതയായി മാറും കുടുംബജീവിതം എന്നുള്ള ചിന്ത കൊണ്ട് കുടുംബജീവിതം ആത്മീയതയെ ബാധിക്കുമോ എന്നുള്ള ചിന്തയും ഭയം ഉള്ളതുകൊണ്ട് കുറെ ആളുകൾ വിവാഹം കഴിക്കാതെ ജീവിക്കുന്നു. ഈ വിവാഹം കഴിച്ച ആളുകളിൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്ത ഉണ്ടാവാറുണ്ട്. അത് നമുക്ക് പരിഹരിക്കണം. അതൊക്കെ വിവാഹത്തിന് ശേഷം ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ പറയാനായിട്ടുള്ളത്. ഇനി നിങ്ങൾ വിവാഹം കഴിക്കരുത്, എപ്പോൾ, എങ്ങനെ, എന്തുകൊണ്ട്, ആര്, ഇത് നമുക്ക് നാളെ ചിന്തിക്കാം.